നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഓൺലൈൻ മാധ്യമ സ്വാധീനം അതിശക്തമായ ഒരു കാലത്ത് സർക്കാർ നിയന്ത്രണത്തിന് കീഴിലേക്ക് അവയെ മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ഉടൻ പ്രാബല്യത്തിൽ വരികയും ചെയ്ത തീരുമാനമാണ് വലിയ തോതിൽ ചർച്ചയാവുന്നത്. വിവിധ തലങ്ങളിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണവും നിരീക്ഷണവും വേണമെങ്കിൽ തന്നെ അത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാണോ നടപ്പാക്കേണ്ടത്? സർക്കാരുകളെ തുറന്നു വിമർശിക്കാനുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും വിമർശനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പേറുന്ന വെബ് സീരീസുകളുടെ OTT പ്ലാറ്റ്ഫോമുകളും മോദി സർക്കാരിന് കണ്ണിലെ കരടായി മാറുന്നു. ആവർത്തന വിരസമായ ഇക്കാലത്തെ വിവാദ ചർച്ചകൾക്കിടയിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഗൗരവമുള്ള പ്രശ്നമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്നത്തെ ചർച്ചാ വിഷയം. അതിൻ്റെ ഭാഗമായ ചില ചോദ്യങ്ങളൊന്ന് വേഗത്തിൽ നോക്കാം. ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടത് സർക്കാരാണോ? വേണ്ടത് നിരീക്ഷണത്തിന് വേണ്ടത് സ്വതന്ത്ര സംവിധാനമല്ലേ, സ്വയം നിയന്ത്രണമല്ലേ? സുപ്രീം കോടതി പരിഗണിക്കവേ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഹർജികൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവേ എന്തിനീ തിടുക്കം? മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് മാധ്യമ സെൻസർഷിപ്പോ? ഈ ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്കാണ് ന്യൂസ് ആൻഡ് വ്യൂസ് കടക്കുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് വേഗത്തിൽ നോക്കാം. VKC ഡിബോങ്കോ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC ഡിബോങ്കോ. VKC ഡിബോങ്കോ, make your move. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇഡിക്കെതിരെ കോടതി. മറ്റു പദ്ധതികളിലെ പണം ഈ കേസുമായി ബന്ധിപ്പിക്കാനാവില്ല. ലോക്കറിലെ പണം കോഴയെന്ന വാദത്തെ ചോദ്യം ചെയ്ത് കോടതി. ഇഡിയുടെ വാദത്തിൽ വൈരുദ്ധ്യമില്ലേ എന്നും കോടതി. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 17-ന്. ശിവശങ്കർ 26 വരെ റിമാൻഡിൽ. നേരിട്ടുള്ള ധനസഹായം പ്രഖ്യാപിക്കാതെ കേന്ദ്രത്തിന്റെ ഉത്തേജന പാക്കേജ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 10,000 കോടിയുടെ കേന്ദ്ര പാക്കേജ്. വാക്സിൻ ഗവേഷണത്തിന് 900 കോടി. രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ ഔദ്യോഗിക പ്രഖ്യാപനമെന്ന് സീതാറാം യെച്ചൂരി. ജ്വല്ലറി തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീന് കനത്ത തിരിച്ചടി. കമറുദ്ദീനെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. കേസ് റദ്ദാക്കണമെന്ന കമറുദ്ദീന്റെ ഹർജി തള്ളി. കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ ഹോസ്ദുർഗ് കോടതിയും തള്ളി. പയ്യന്നൂരും ലീഗ് പ്രവർത്തകന്റെ ഫാഷൻ ഗോൾഡ് മോഡൽ തട്ടിപ്പ്. ഇന്ന് 5537 പേർക്ക് കോവിഡ്, 6119 പേർക്ക് രോഗമുക്തി, 4683 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 61 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ്, 25 മരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ബാലഭാസ്കറിന്റെ മരണം വാഹനാപകടത്തിൽ തന്നെയെന്ന് CBIയുടെ പ്രാഥമിക നിഗമനം. കലാഭവൻ സോബിയും ഡ്രൈവർ അർജുനും പറഞ്ഞത് കള്ളമെന്ന് നുണപരിശോധനയിൽ തെളിഞ്ഞുവെന്ന് CBI. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുനിന്നുവെന്ന് തേജസ്വി യാദവ്. നിതീഷിനെ പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കമെന്നും മഹാസഖ്യം. സർക്കാർ രൂപീകരിക്കാനൊരുങ്ങി RJDയും. ബീഹാറിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത് മോശം പ്രകടനമെന്ന് താരിഖ് അൻവർ. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യമെന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. അത് ഏതൊക്കെ തരത്തിലുള്ള ഭവിഷ്യത്തുകൾ സൃഷ്ടിക്കും? ഏതൊക്കെ തരത്തിലുള്ള സ്വതന്ത്ര സ്വഭാവത്തെയാണ് ഈ മാധ്യമങ്ങളുടെ സ്വതന്ത്ര സ്വഭാവത്തെയാണ് ഇല്ലാതാക്കുക? ഭാവിയിൽ ഇത് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം എന്നതുപോലെയുള്ള നിരവധിയായ ആശങ്കകളും വിമർശനങ്ങളും നിലനിൽക്കുന്നു. സ്വയം നിയന്ത്രണം എന്ന പൊതുതത്വം മാധ്യമങ്ങളുടെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടാൽ അത്
ഒരു സെൻസർഷിപ്പ്, മാധ്യമ സെൻസർഷിപ്പ് എന്ന അവസ്ഥയിലേക്ക് തന്നെയാണോ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന ഒരു ചോദ്യം അടിസ്ഥാനപരമായി ഉയരുന്നു. ഇതെല്ലാം അടങ്ങുന്ന ഒരു ചർച്ചയുടെ തലത്തിലേക്കാണ് ന്യൂസ് ആൻഡ് വ്യൂസ് നീങ്ങുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ശശികുമാർ, മാധ്യമപ്രവർത്തക ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ചലച്ചിത്ര സംവിധായകൻ എം എ നിഷാദ്, എഴുത്തുകാരൻ കുരുക്ഷേത്ര പബ്ലിക്കേഷൻസിന്റെ മുൻ GM, വേദ ബുക്സിന്റെ പ്രസാധകൻ ഷാബു പ്രസാദ്. ചർച്ചയിലേക്ക് ശ്രീ ശശികുമാറും ധന്യ രാജേന്ദ്രനും എം എ നിഷാദും അതുപോലെ തന്നെ ഷാബു പ്രസാദും എല്ലാവരും തയ്യാറായി വരുന്നു. ശ്രീ ശശികുമാർ സാറിലേക്കാണ് ആദ്യം പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം സൂം ലൈനിൽ കണക്റ്റായി വരുന്നതേ ഉള്ളൂ എന്ന വിവരമാണ് അറിഞ്ഞത്. ധന്യ, ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ ഒരു തീരുമാനം, അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്താണ് ധന്യ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ നേരിടാൻ പോകുന്നത്? ഏറ്റവും ശക്തമായി തന്നെ വായനക്കാർക്കിടയിൽ വളരെ സജീവമായ സാന്നിധ്യമായ ന്യൂസ് മിനിറ്റിൻ്റെ എല്ലാമാണ് ധന്യ. ഈ ഒരു നീക്കത്തിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ, കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഈ തീരുമാനത്തിലൂടെ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാവും ഓൺലൈൻ മാധ്യമ രംഗം പൊതുവിൽ അനുഭവിക്കാൻ പോകുന്നത്? പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം കൃത്യമായി പറയേണ്ടത്, ഇതൊരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് OTT പ്ലാറ്റ്ഫോംസ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTT പ്ലാറ്റ്ഫോംസ്, പിന്നെ ഓൺലൈൻ വാർത്താ സ്പേസിൽ പ്രവർത്തിക്കുന്ന ആരും INB മിനിസ്റ്ററുടെ കീഴിൽ വരുമെന്ന് മാത്രമാണ് ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് സർക്കാരിന്റെ മുന്നോട്ടുള്ള എന്താണ് പദ്ധതി, ഒരു തീർച്ചയായും ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ, ഞാൻ ധന്യയിലേക്ക് വരാം. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്താണ് എന്ന് ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഗുണകരമാകും. ഈ പ്രസക്തരായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരുടേതായ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ധന്യ സൂചിപ്പിച്ച ഇന്നലെ കേന്ദ്ര സർക്കാർ വാർത്താ വിതരണ മന്ത്രാലയം ഇറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വിജ്ഞാപനത്തിൽ പറയുന്നത് എന്താണ് നോക്കാം. ഓൺലൈൻ വാർത്താ പോർട്ടലുകൾ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാവും. നിരീക്ഷണവും നിയന്ത്രണവുമാണ് സംഭവിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വലിയ പ്രചാരം നേടിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, OTT പ്ലാറ്റ്ഫോമുകൾക്കും നിയന്ത്രണം വരും. അതിലൂടെ ഇപ്പോൾ ചലച്ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെബ് സീരീസുകൾ, വളരെ ശക്തമായ രാഷ്ട്രീയം പരാമർശിക്കുന്ന വെബ് സീരീസുകളൊക്കെ അടങ്ങുന്ന ഏറ്റവും ശക്തമായ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. അവയ്ക്കും നിയന്ത്രണം എന്നത് വരുന്നു. ഇതുകൊണ്ട് സംഭവിക്കും എന്ന ഗൗരവമുള്ള പ്രശ്നം ഉയരുന്നത്, ഇതിൻ്റെ എല്ലാം ഉള്ളടക്കം കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കാം, നിരീക്ഷിക്കാം എന്നുള്ളതാണ്. മാധ്യമ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അതിൻ്റെ സ്വതന്ത്ര നിൽപ്പാണ്, അതിൻ്റെ സ്വയം നിയന്ത്രണമാണ്, അതിൻ്റേതായ സ്വതന്ത്ര ഏജൻസികളാണ്. ഇതിനെല്ലാം അപ്പുറം ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രാലയത്തിന് കീഴിലേക്ക് ഇത് വന്നാൽ അതിൻ്റെ ഉള്ളടക്കത്തെ സർക്കാരിന് നിയന്ത്രിക്കാം, നിരീക്ഷിക്കാം എന്ന നിലയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം വാർത്തകൾക്കുമൊക്കെ ഇത് ബാധകമാകുന്ന തലത്തിലേക്ക് ഇപ്പോഴത്തെ ഈ നീക്കത്തിൻ്റെ തുടർച്ചയിൽ സംഭവിക്കാൻ വലിയ സാധ്യതയുണ്ട്. സിനിമ, ഓഡിയോ, വിഷ്വൽ പരിപാടികൾക്കും ഈ നിരീക്ഷണം ഉണ്ടാകും. ആ നിലയിൽ ഞാൻ മുമ്പ് പറഞ്ഞ വെബ് സീരീസും എല്ലാം ആ കാറ്റഗറിയിൽ പെട്ടുവരുന്ന സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണം വേണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ചൊക്കെയുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ എന്ത് നടപടികൾ, അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായമെന്ന് ചോദിച്ചിരിക്കെയാണ് ഒരു തീരുമാനമെടുത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ നിലയിൽ അത് മറ്റൊരു തരത്തിൽ ഹൈജാക്ക് ചെയ്യലാണ്. കോടതി നിയമപരമായി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ആ അവകാശത്തെയും കോടതിയുടെ സ്ക്രൂട്ടണി ചെയ്യാനുള്ള സാധ്യതകളെയും ഹൈജാക്ക് ചെയ്യുകയാണോ എന്നൊരു ചോദ്യവും അവിടെ ഉയർന്നിട്ടുണ്ട്. ധന്യ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. ആ ഇടയിലൊരു ബ്രേക്ക് വന്നതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി അവതരിപ്പിച്ചത്. ധന്യ പറഞ്ഞു വന്ന പ്രായോഗികമായ ആശങ്കകളോ പ്രശ്നങ്ങളോ മുന്നിൽ കാണുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ആംബിറ്റ് ആണ്. അതായത് ഓൺലൈൻ ന്യൂസ് ചെയ്യുന്ന ആരും INB മിനിസ്റ്ററിന് കീഴിൽ വരും എന്നാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇത് ഡിജിറ്റൽ ന്യൂസ് മാധ്യമങ്ങൾ മാത്രമായിരിക്കില്ല. ന്യൂസ് അഗ്രിഗേറ്റേഴ്സ്, പിന്നെ ഫേസ്ബുക്ക്, ഗൂഗിൾ പോലുള്ള ഡിജിറ്റൽ സൈറ്റ്സ്, അതായത് ഇവരെല്ലാവരും ന്യൂസ് ക്യാരി ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ന്യൂസ് ചാനൽസ് നടത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി ന്യൂസ് വിശകലനം ചെയ്യുന്നതോ അല്ലെങ്കിൽ ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ
സർക്കാരിന്റെ കീഴിൽ വരുമോ? ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ആശങ്ക എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ, അതായത് സർക്കാർ ഇങ്ങനൊരു പോളിസി കൊണ്ടുവരുന്നത് ഒരു നമുക്ക് ആശങ്കാജനമായി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 മാസമായി ഫസ്റ്റ് ഒരു ഇൻസിഡന്റ് ഈ സുദർശൻ TV എന്ന് പറയുന്ന ടി വി ചാനൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തു. ലവ് ജിഹാദ് UPSC എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തു. ആ ഷോയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി പലതവണ സർക്കാരിനോട് ചോദിച്ചു എന്താണ് അവരുടെ സ്റ്റാൻഡ് എന്ന്. അപ്പൊ യൂണിയൻ ഗവൺമെന്റ് 1-2 പ്രാവശ്യം അവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയില്ല. പകരം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരെങ്കിലും നിയന്ത്രിക്കണമെങ്കിൽ അത് ആദ്യം ഡിജിറ്റൽ മീഡിയ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മുടെ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്കാർ ഡിജിറ്റൽ മീഡിയ കൺട്രോൾ ചെയ്യണം എന്ന ഒരു പോയിന്റിൽ നിന്നാണ്. പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് FDI, അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിജിറ്റൽ മീഡിയയിൽ 26% കുറയ്ക്കുന്നു സർക്കാർ. അപ്പൊ 2 കാര്യങ്ങൾ ഓൾറെഡി സർക്കാർ ഇടപെട്ട് കഴിഞ്ഞു. ഒന്ന്, സർക്കാർ കോടതിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഡിജിറ്റൽ മീഡിയയിലെ കണ്ടന്റ് റെഗുലേറ്റ് ചെയ്യണമെന്ന്. 2, ഡിജിറ്റൽ മീഡിയയിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് സർക്കാരിന് കൺട്രോൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ 2 ഇവന്റ്സ് നോക്കുമ്പോൾ സർക്കാർ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഡിജിറ്റൽ മീഡിയ സഹായിക്കാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ സർവൈവലിനെ സഹായിക്കാനോ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. പകരം ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യാൻ. പക്ഷെ അത് സർക്കാരിന് ആവുമോ എന്നാണ് ഇവിടെ സംശയം. എന്നാൽ ഇന്റർനെറ്റ് ഈസ് എ ബീസ്റ്റ് വിച്ച് ഈസ് സോർട്ട് ഓഫ് നോട്ട് കൺട്രോളബിൾ അല്ലെ. അതായത് എത്രയോ പേര് ഉപയോഗിക്കുന്ന, ആർക്കും ഒരു ലൈസൻസും ആവശ്യമില്ലാതെ എത്രയോ പേര് സ്വന്തമായി ചാനലുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ എന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാനൊരു ന്യൂസ് വെബ്സൈറ്റ് നടത്തുകയാണ്. ഞാനത് പ്രോപ്പർലി ഏതൊരു കമ്പനിയെ പോലെ രജിസ്റ്റർ ചെയ്ത് എല്ലാ വർഷവും ബാലൻസ് ഷീറ്റും എല്ലാം സബ്മിറ്റ് ചെയ്ത് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഞാനൊരു ന്യൂസ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു വാർത്ത ചെയ്യുമ്പോൾ അത് കൃത്യമായും വ്യാജ വാർത്തയല്ല എന്ന് നോക്കി അതാരും ഡിഫെയിം ചെയ്യുന്നതല്ല കണ്ട്, ബിക്കോസ് ഈ രാജ്യത്തിലെ എല്ലാ ലോസും എനിക്ക് ആപ്ലിക്കബിൾ ആണ്. അത് ഇന്ത്യൻ പീനൽ കോഡ് ആയാലും ശരി, ലോസ് ഓഫ് ഒബ്സീനിറ്റി ആയാലും ശരി, ലോ ഓഫ് ഡെഫമേഷൻ ആയാലും ശരി, ആർക്കും എനിക്കിതിൽ നാളെ കേസ് കൊടുക്കാം. അതുകൊണ്ട് അങ്ങനെയാണ് ഡിജിറ്റൽ ന്യൂസ് വെബ്സൈറ്റുകൾ നടത്തി വരുന്നത്. അപ്പോൾ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്ത് റെഗുലേഷൻ ആണ് സർക്കാരിന് കൊണ്ടുവരേണ്ടത്? ഓൾറെഡി നമ്മൾ എല്ലാവരും വിതിൻ ഒരു ലീഗൽ പെർവ്യൂ ആണ് നടത്തുന്നത്. ഇനി ഫേക്ക് ന്യൂസ് എന്നൊരു കൺസേൺ കൊണ്ടാണോ സർക്കാർ ഇത് കൊണ്ടുവരുന്നത്? അങ്ങനെയാണെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ പരത്തുന്ന ഫേക്ക് ന്യൂസിനെ കുറിച്ച് എന്താണ് സർക്കാർ ചെയ്യുന്നത്? അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട്. ഞാൻ ധന്യയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ സുദർശൻ TVയുടെ വർഗീയത പ്രചരിപ്പിക്കുന്ന, അത്തരം വർഗീയ വിദ്വേഷ പ്രചാരണത്തിന് ഇടവരുത്തുന്ന ഒരു ഷോയ്ക്ക് എതിരെയായി വന്ന ഒരു നിയമപരമായ പ്രശ്നത്തിലാണ്. അതിന് ആ ഒരു വിഷയത്തിൽ എടുക്കേണ്ട നിയന്ത്രണങ്ങൾ അത് മുഖ്യധാരാ ടെലിവിഷനുകൾക്കും അപ്പുറത്തേക്ക് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഡിജിറ്റൽ നിയന്ത്രണം എന്നൊരാവശ്യം കോടതിയോട് സർക്കാർ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയിലാണ് എല്ലാവർക്കും. സർക്കാർ തന്നെ ആ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയിലാണ് വലിയ സംശയങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ ധന്യയുടെ കാര്യം പറഞ്ഞ പോലെ ശ്രീ ശശികുമാർ സാർ നമ്മൾക്കൊപ്പം ചേരുകയാണ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ചർച്ചകളിലും മാധ്യമപ്രവർത്തകനെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഓൺലൈൻ രംഗത്ത് വളരെ സജീവമായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി കാണാവുന്നതും പറയാവുന്നതുമാണ്. ശ്രീ ശശികുമാർ സാർ, സ്വാഗതം ഈ ചർച്ചയിലേക്ക്. ഏഷ്യാവില്ലയുമായി ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത്, വാർത്താ പോർട്ടൽ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്താണ്? സ്ത്രീ വിദ്വേഷം, അതുപോലെ തന്നെ പൊതുവായ വിദ്വേഷ പരാമർശങ്ങളും ഒക്കെ വരുന്ന, ഈ വ്യാജ വാർത്തകളൊക്കെ ഒക്കെ വരുന്ന ഒരു കാലത്ത് ഡിജിറ്റൽ വാർത്താ സംവിധാനത്തെ നിയന്ത്രിക്കുക എന്ന വലിയ ഒരു ഉദ്ദേശം സർക്കാരിനുള്ളതുപോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ആ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ താങ്കളെപ്പോലെയുള്ളവർ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് സെൻസർഷിപ്പിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന അമിതമായ സർക്കാർ ഇടപെടൽ തന്നെയാണോ നടക്കുന്നത്? അങ്ങനെ കരുതുന്ന, വിശ്വസിക്കുന്ന, അതിനോട് വിയോജിപ്പുള്ള ആളാണോ? താങ്കൾ എഴുതിയ ഇന്നത്തെ ആ ലേഖനം, വളരെ വിശദമായ ആ ലേഖനം വായിക്കാനുമിടയായി. ശ്രീ ശശികുമാർ സാർ. അതെ, ഇതിൽ എനിക്ക് ഒരുപാട് സംശയങ്ങളും എന്താ പറയാ, നമുക്ക് ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇവരെ സർക്കാരിന്റെ നീക്കം. കാരണം ഈ ഡിജിറ്റൽ മീഡിയയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് വേണം, ഒരു റെഗുലേഷൻ വേണം എന്ന് പറയുന്നതിൽ തെറ്റില്ലായിരിക്കും. പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതി, അത് വരുന്ന സാഹചര്യം, ഈ നേരത്തെ ധന്യൊക്കെ സൂചിപ്പിച്ച പോലെ കോടതിയിൽ ഒരു സുദർശൻ ചാനലിന്റെ കേസിന്റെ ഒരു സാഹചര്യത്തിൽ ജഡ്ജി ചോദിക്കുന്നു, ഇത് ഈ നിയന്ത്രണങ്ങൾ വേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഡിജിറ്റൽ മീഡിയയിലല്ലേ വേണ്ടത്, മെയിൻ സ്ട്രീം മീഡിയയിലെ ടെലിവിഷൻ ചാനൽസിനൊന്നും അല്ല വേണ്ടത് എന്നുള്ളത് ആണ് സർക്കാരിന്റെ അഭിപ്രായം.
അപ്പോൾ ഡിജിറ്റൽ മീഡിയ ആണ് സർക്കാരിന് ഒരു പ്രശ്നമായി മാറുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് കാരണമുണ്ട്. കാരണം ഈ സമകാലീന മാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പോർട്ടൽസ് എന്ന് പറയാവുന്ന സ്റ്റാൻഡ് അലോൺ മീഡിയ ആണ് വളരെ സ്ട്രോങ് ആയിട്ട്, അത് വളരെ വ്യത്യസ്തമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതും. നമുക്കറിയാം, ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് സർക്കാരിന്റെ മുമ്പിൽ ഇങ്ങനെ സാഷ്ടാംഗം എന്താ പറയാ വീണ് ഭ്രമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിന് ഡിജിറ്റൽ മീഡിയക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഒരു ഓട്ടോണമി ഉണ്ട്, ഒരു ബോൾഡ്നെസ് ഉണ്ട്, ഒരു എന്താ പറയാ ഒരു ഫോർത്രൈറ്റ്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും അടക്കുക, അവരെ എങ്ങനെയെങ്കിലും എന്താ പറയാ ടീം ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നോക്കം എന്നുള്ളത് വളരെ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ OTTയും ഡിജിറ്റൽ മീഡിയയും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിൽ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ ഒരു ആ രീതിയിൽ തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം ഇപ്പൊ മാധ്യമരംഗത്ത് ആകെ പ്രീ സെൻസർഷിപ്പ് എന്ന് പറയാവുന്നത് ഇപ്പൊ സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിനാണ് ഒരു സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരുന്നത്. അപ്പൊ അത് INB മിനിസ്ട്രിയുടെ കീഴിൽ കൊണ്ടുവരികയും OTT പ്ലാറ്റ്ഫോം കൊണ്ടുവരികയും അതേ സമയത്ത് ഡിജിറ്റൽ മീഡിയം കൊണ്ടുവരുമ്പോഴും ഇവർക്കും പ്രീ സെൻസർഷിപ്പ് വേണമെന്നാണോ സൂചന? അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന കോണ്ടന്റിനെ ആരെങ്കിലും സൂപ്പർവൈസ് ചെയ്യണമെന്നാണോ അതിന്റെ സൂചന? ഇതൊന്നും നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഇങ്ങനെയുള്ള ഒരു വ്യക്തത ഇല്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ, 2 ലൈനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സംശയങ്ങളും എന്താ പറയാ ഭീതി, എന്താ പറയാ അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവാൻ സ്വാഭാവികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ശശികുമാർ സാർ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ താല്പര്യം കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നത് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അടിയന്തരാവസ്ഥ കാലത്തെ പത്ര സെൻസർഷിപ്പിനെതിരെ നിലപാടെടുത്തു എന്ന് എല്ലാ കാലവും പറയുന്ന, ആ കാലത്ത് അതിനെതിരെ സമരം ചെയ്ത അല്ലെങ്കിൽ അതിൽ ജയിലിൽ പോയ കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗം പിന്നീട് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ BJPയും ആ NDAയും അതിൻ്റെ ഭാഗമായി ഈ സർക്കാരും ഏതാണ്ടൊരു സെൻസർഷിപ്പ് സ്വഭാവത്തിലേക്ക് തന്നെ ഡിജിറ്റൽ മീഡിയയെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം ഇതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പൊ ഈ സർക്കാർ പദവിയിൽ ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നത് റേഡിയോ ഇപ്പൊ സർക്കാരിന്റെ കൈവശമാണല്ലോ. റേഡിയോയിൽ വാർത്ത പാടില്ല നമുക്കറിയാം. FM റേഡിയോയിൽ പാട്ടും മറ്റു കാര്യങ്ങളല്ലേ പാടുള്ളൂ. അപ്പൊ അത് അവര് മാറ്റും, ഇത് മാറ്റും, അവര് റേഡിയോയിൽ വാർത്ത കൊണ്ടുവരും എന്നുള്ള ഒരു പ്രോമിസ് ഒക്കെ ഉണ്ട്. അത് അവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതെനിക്ക് അറിയില്ല, അതുകൊണ്ട് അത് അങ്ങനെ ഞാൻ ഉറച്ചു പറയുന്നില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും അന്ന് രവിശങ്കർ പ്രസാദും മറ്റുള്ളവരൊക്കെ അത് വളരെ പ്രസംഗിച്ച് നടന്നൊരു സംഭവമാണ്. അവര് മറ്റേ സർക്കാർ വന്നതിന് ശേഷം അതൊക്കെ മറന്നുപോയി. അത് റേഡിയോ എപ്പോഴും മൻ കി ബാത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും മാത്രമാണ് റേഡിയോ ഉപയോഗിക്കുന്നത്. അപ്പൊ സർക്കാരിന് ഈ മാധ്യമങ്ങൾ സർക്കാരിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നോട്ട് വയ്ക്കാൻ ഒരു പ്രോപ്പഗാൻഡായിട്ട് യൂസ് ചെയ്യാനുള്ള താല്പര്യം വളരെ വ്യക്തമാണ്. പല മാധ്യമങ്ങളും അതിനനുസരിച്ച് നടക്കുന്നുമുണ്ട്. അപ്പോ ഡിജിറ്റൽ മീഡിയ ആണ് ഇതിൽ വേർപെട്ട് വന്ന് നിൽക്കുന്ന ഒരു മീഡിയ. ഇതുവരെ അവർക്ക് മൊത്തം അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു മീഡിയ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നതും ഡിജിറ്റൽ മീഡിയ ആണ്. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അവർ ഉപയോഗിച്ച ഒരു രീതി സുപ്രീം കോടതി പറഞ്ഞിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ അത് ആൾക്കാർ വ്യാഖ്യാനിച്ചോട്ടെ, അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വ്യാഖ്യാനിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതായത് സർക്കാർ ഒരു മുൻകൈ എടുത്തില്ല എന്നല്ല, വരണ്ട, സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഡിജിറ്റൽ മീഡിയക്ക് റെഗുലേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ സെൽഫ് റെഗുലേഷൻ ആണ് വേണ്ടത്. ആ സെൽഫ് റെഗുലേഷൻ സ്ട്രക്ചർ അവര് അവതരിപ്പിച്ച പ്രപ്പോസൽസ് എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് നമുക്കറിയണ്ടേ, ജനങ്ങൾക്ക് അറിയണ്ടേ. സെൽഫ് റെഗുലേഷന് വേണ്ടി ഡിജിറ്റൽ മീഡിയക്ക് വേണ്ടി അത് റെപ്രസെന്റേറ്റീവ് ആണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അവർ അവതരിപ്പിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പോരാതെ വരുന്നത് എന്നുള്ളത് അതിനൊരു ചർച്ച വേണ്ടേ, പൊതുമേഖലയിൽ ഒരു ചർച്ച വേണ്ടേ, ഒരു പബ്ലിക് ഡിബേറ്റ് വേണ്ടേ. അതൊന്നും ഇല്ലാതെ ഇത് INB മിനിസ്റ്ററുടെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് അതിനൊരു എന്തോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാരം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. തന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഓൺലൈൻ വാർത്താ പോർട്ടലുകളെ കുറിച്ച് പറഞ്ഞു.
OTT പ്ലാറ്റ്ഫോമുകൾക്കും ആ നിയന്ത്രണം വരുന്നു. ഇപ്പോൾ സിനിമയ്ക്കാണ്, സാറ് പറഞ്ഞ പോലെ സിനിമയ്ക്കാണ് ഒരു പ്രീ സെൻസർഷിപ്പ് ഉള്ളത്, അത് OTT പ്ലാറ്റ്ഫോംസിലേക്ക് വരുന്നു. അതേ കാറ്റഗറിയിലേക്ക് ഓൺലൈൻ വാർത്താ പോർട്ടലുകളെയും മാറ്റുകയാണോ എന്നുള്ളതാണ്. വാർത്തയ്ക്ക് മുമ്പ് തന്നെ അനുവാദം വാങ്ങുന്ന നിലയിൽ പ്രീ സെൻസർഷിപ്പ് കൂടി എന്ന മറ്റൊരു പ്രശ്നം കൂടി വരുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഈ OTT പ്ലാറ്റ്ഫോമുകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏറെക്കുറെ അസ്വസ്ഥരാണോ? അതിൽ വരുന്ന വെബ് സീരീസ്, അത് പങ്കുവെക്കുന്ന തുറന്ന രാഷ്ട്രീയ വിമർശനം, രാജ്യത്തിൻ്റെ വർഗീയ പരിസരം, അതേക്കുറിച്ചുള്ള തുറന്ന വർത്തമാനങ്ങൾ, ഇതെല്ലാം പ്രമേയമാകുന്ന നിരവധിയായ വെബ് സീരീസുകൾ വളരെ ശക്തമായി രാജ്യത്ത് ചർച്ച ചെയ്യുന്നൊരു കാലം കൂടിയാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഈ കിട്ടിയ അവസരത്തിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് പോകും മുമ്പ് തന്നെ ഒരു ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ഇറക്കി മുന്നോട്ട് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണോ വെബ് സീരീസും? അതുപോലെ തന്നെ പല ഓൺലൈനുകൾ അപവാദങ്ങളായിട്ടുണ്ട്. യെല്ലോ ജേർണലിസവും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, നിയമം വളരെ ദുർബലമാകുന്നൊരു ഘട്ടത്തിൽ അശ്ലീല യൂട്യൂബറെ കയറി തല്ലുന്ന നിലയിലേക്ക് പോയ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ആ അപവാദങ്ങളായ ഓൺലൈനുകളെ മാറ്റിവെച്ചാൽ തന്നെ ഓൺലൈൻ വാർത്താ പോർട്ടലുകളും അതുപോലെ തന്നെ ഈ വെബ് സീരീസുകൾ അടങ്ങുന്ന OTT പ്ലാറ്റ്ഫോംസും വലിയ ഒരു ഇറിറ്റേഷൻ, അസ്വസ്ഥത കേന്ദ്ര സർക്കാരിന് സൃഷ്ടിക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണോ ഈ കാലത്തെ? തീർച്ചയായും. ഇപ്പൊ നമ്മൾ ഈയിടെയായിട്ട് ഏത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടും അല്ലെങ്കിൽ ഐഡിയോളജിക്കലി ഇപ്പോഴത്തെ യൂണിയൻ ഗവൺമെന്റിനോ അല്ലെങ്കിൽ എതിരായിട്ട് ഏതൊരു ബോൾഡ് ആയിട്ടൊരു വെബ് സീരീസോ അല്ലെങ്കിൽ സിനിമയോ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന ഒരു സിനിമയാവട്ടെ, നമ്മൾ പല ഡയറക്ടേഴ്സിന്റെ ഇന്റർവ്യൂ എടുത്ത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും, OTT പ്ലാറ്റ്ഫോംസിൽ കുറച്ചുകൂടെ ബോൾഡായി കുറച്ചുകൂടെ വ്യക്തമായി കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതേസമയം അതേ സിനിമ തിയേറ്ററിൽ വരികയാണെങ്കിൽ സംസ്കാരിയായ സെൻസർ ബോർഡ്, അതായത് നമ്മൾ എല്ലാവരും പലപ്പോഴും ഉപയോഗിച്ചൊരു വാക്കാണല്ലോ അത്, സംസ്കാരിയായ സെൻസർ ബോർഡ് അതിലെ പല സീനുകളും കട്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായി ഇന്ത്യയിൽ കണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ക്വാളിറ്റിയുള്ള ഈ വെബ് സീരീസുകളും സിനിമകളും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡയറക്ട് ചെയ്യുന്നതും എല്ലാം തന്നെ ഈ OTT പ്ലാറ്റ്ഫോംസിനെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ്. നമുക്കൊരു വിൻഡോ ആക്ച്വലി ഓപ്പൺ ചെയ്തതെന്നാണ് ഈ OTT പ്ലാറ്റ്ഫോംസ്. അതായത് ഇത്തരം കണ്ടന്റ് കാണാനും അത് മനസ്സിലാക്കാനും ഇന്ത്യൻസിന് ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തന്നതാണ്. പക്ഷേ സർക്കാർ ഈ OTT പ്ലാറ്റ്ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കണ്ടന്റും ഈ സെൻസർ ബോർഡിന്റെ കീഴിൽ വരുത്തുകയാണെങ്കിൽ ഇതിൽ പലതും ഇനി നമുക്ക് കാണാൻ പറ്റില്ല. ഈയിടെയായിട്ട് തന്നെ ദ ജോക്കർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഫിലിം ഒരു അഡൾട്ട് ഓഡിയൻസിന് മാത്രമേ പാടുള്ളൂ, അതുകൊണ്ട് OTT പ്ലാറ്റ്ഫോമിൽ വരാൻ പാടില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഓർഡർ ഉണ്ടായി. അപ്പൊ അതേപോലെ തന്നെ എത്രയോ പ്രോഗ്രാംസ്, അതായത് ഇത് ഇന്ത്യൻ പ്രോഗ്രാംസ് മാത്രമല്ല, ഈവൻ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് എത്രയോ എണ്ണം തന്നെ OTT പ്ലാറ്റ്ഫോംസിൽ വരാൻ ഒരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് ഇങ്ങനൊരു സെൻസറിങ് ഈയിടെയായി എത്രയോ ഫിലിമുകൾ ഹിന്ദുയിസത്തിനെതിരെയും അല്ലെങ്കിൽ ഹിന്ദുത്വക്കെതിരെയും ആണെന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ സർക്കാർ പെട്ടെന്ന് എങ്ങനെയെങ്കിലും OTT പ്ലാറ്റ്ഫോംസിനെ കൺട്രോൾ ചെയ്തേ പറ്റൂ, ഈ കണ്ടന്റ് സെൻസർ ചെയ്തേ പറ്റൂ, അതാണോ അവരുടെ ഉദ്ദേശം? അതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ശ്രീ ശശികുമാർ സാർ, ഇപ്പോൾ ധന്യ പറഞ്ഞ, ഞാൻ എം എ നിഷാദിലേക്കും അതുപോലെ തന്നെ ഷബുവിലേക്കും വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ, ഈ മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ എന്നതുകൂടിയുണ്ട്. അവർ പറയുന്ന ചില ഭാഗങ്ങൾ തുടർന്ന് അങ്ങോട്ട് ചർച്ചയിലേക്ക് ഗുണകരമാകും എന്നതുകൊണ്ട്. ശ്രീ ശശികുമാർ സാർ, ഇതിൽ ഈ വെബ് സീരീസ് അത് ഈ സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ കണ്ണിലെ കരടായി മാറുന്ന ഒരു പുതിയ സാഹചര്യം, തുറന്ന വിമർശനങ്ങളുടെ ഒരു പുതിയ സിനിമാറ്റിക് സർഫസ് തുറന്നത്, അതും ഒരു പ്രശ്നമായിട്ടുണ്ടാകാമോ? അത് ഉണ്ടാകാം. ഇപ്പൊ ധന്യ എന്താ പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ചോദ്യം മാത്രമേ കേൾക്കുന്നുള്ളൂ. അതേക്കുറിച്ചാണ് ധന്യയും പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന്. ഓക്കെ, അതുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ OTT പ്ലാറ്റ്ഫോംസിന് അവര് സിനിമയിൽ ഇവിടെ സെൻസർഷിപ്പ് ഉണ്ട്, സെൻസർഷിപ്പ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് സർട്ടിഫിക്കേഷൻ ഉണ്ട്, സെൻസർ ബോർഡിന്റെ എന്താ പറയാ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതവിടെ ഉള്ളപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഇല്ലാതെ വരുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമുണ്ട്. അത് നമുക്ക് കാണാം. അപ്പൊ അത് ഒന്നിലോ സിനിമയ്ക്കും അതുപോലെ തന്നെ ഒരു സെൻസ് അതിനൊരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ശ്യാം ബെനഗലിന്റെ ചെയർമാൻഷിപ്പിൽ. അവരുടെ റെക്കമെൻഡേഷൻ ഒന്നും സർക്കാർ ഏൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം സിനിമയിലാണ് ആകെ സെൻസർഷിപ്പ് ഉള്ളത്. എന്നാൽ നമ്മൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസും സെക്സും ഒക്കെ വരുന്നത് സിനിമയിൽ വാർത്താമാധ്യമങ്ങളിൽ നിന്നാണ് വരുന്നത്.
അതുകൊണ്ട് അതിന്റെ മോറൽ ഓഫ് ദ സ്റ്റോറീസ് പ്രീ സെൻസർഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് പ്രശ്നം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് സത്യം എന്നാണ് നമ്മുടെ അനുഭവം ശരിക്കും സത്യം പറഞ്ഞാൽ. അപ്പൊ അതിൽ ആ വൈരുദ്ധ്യം മാറ്റാൻ വേണ്ടെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിന് ഒരു സർട്ടിഫിക്കേഷൻ വേണോ വേണ്ടേ? പക്ഷെ ഇത് പ്രായോഗികം എങ്ങനെയാക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം OTT പ്ലാറ്റ്ഫോംസ് ഇവിടുന്നൊന്നും അല്ല അവർ ബീൻ ചെയ്യുന്നത്, അവര് ഇന്റർനാഷണൽ ചാനൽസ് ആണ്. അപ്പൊ അത് ആരെങ്കിലും സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ അത് എങ്ങനെ പാടില്ല എന്നാക്കും? അങ്ങനെ ഒരു സെൻസർഷിപ്പ് വരുമോ? നമ്മൾ എന്തൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കാണുന്നത്, അതിന് നമുക്ക് ഫൈൻ ഉണ്ടാവുമോ? നമ്മളെ ജയിലിലേക്ക് അയക്കുമോ അതിന് അത് കാരണം? ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അത് വേറൊരു കാര്യം. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ ഈ INB-യുടെ കീഴിൽ കൊണ്ടുവരുന്നതാണ്. കാരണം വാർത്താ മാധ്യമങ്ങൾ ഒരു സർക്കാരിന്റെ അനുമതി കൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു സമ്മതം കൊണ്ടൊന്നും അല്ല പ്രവർത്തിക്കേണ്ടത്. വാർത്താ മാധ്യമങ്ങൾ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതാണ് വാർത്താ മാധ്യമങ്ങൾ. ഒരു വാർത്താ മാധ്യമത്തിന് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു the essence of journalism is to be adversarial to power, to speak truth to power എന്നൊക്കെ പറയില്ലേ. അപ്പോ ഒരു INB മിനിസ്റ്റർ കീഴെ കൊണ്ടുവരുന്ന വാർത്താ മാധ്യമം ആ സർക്കാരിനെ എങ്ങനെ വെല്ലുവിളിക്കും? ആ സർക്കാരിന്റെ എന്താ പറയുക ചില കാര്യങ്ങൾ എങ്ങനെ ചോദ്യം ചെയ്യും? അപ്പൊ അതിലൊരു വൈരുദ്ധ്യം അത് ഒരിക്കലും പാടില്ല. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംവിധാനത്തിൽ ഇപ്പൊ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി പറഞ്ഞ പോലെ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയാണ് വാർത്താ മാധ്യമം, ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ഈ 4 എന്താ പറയാ ആംസ് ഓഫ് സൊസൈറ്റി, അതിലൊരു ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അതിന്റെ ഒരു പ്രക്രിയയും കൂടി വാർത്താ മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഈ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പൊ ആ വാർത്താ മാധ്യമങ്ങളെ ഏതോ കീഴടക്കി ഏതോ നമ്മൾ വളരെ രൂക്ഷമായി നോക്കി അവർ ശരിയാണോ പറയുന്നത് എന്നൊക്കെ നോക്കി, അത് വാർത്താ മാധ്യമങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. സെൽഫ് റെഗുലേഷൻ തന്നെയാണ്. പ്രസ് കൗൺസിൽ പത്രങ്ങൾക്കുള്ളത് പോലെ, അല്ലെങ്കിൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ ടെലിവിഷൻ ചാനൽസിനുള്ളത് പോലെ ഡിജിറ്റൽ റെൽമിലുള്ളവർ അവർ തന്നെ ചേർന്ന് ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കണം. അല്ലാതെ INB മിനിസ്ട്രിയുടെ കീഴെ കൊണ്ടുവരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നല്ല നമ്മൾ കരുതേണ്ടത്. സോ ദാറ്റ്സ് എ പ്രോബ്ലം. മനസ്സിലായില്ലേ? അതുകൊണ്ട് വാർത്താ മാധ്യമം എന്ന് പറഞ്ഞത് നമ്മുടെ ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണായി കാണുമ്പോൾ അത് INB മിനിസ്ട്രിയുടെ കീഴെ കൊണ്ടുവരാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആക്സെപ്റ്റബിൾ. പല രാജ്യങ്ങളിലും ഈ INB മിനിസ്ട്രി തന്നെ ഒരു പഴഞ്ചൻ സംഭവമാണ്. You see, for a modern democracy, an INB ministry is an obsolete concept. INB മിനിസ്ട്രി എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മിനിസ്ട്രിയുടെ ആവശ്യം തന്നെ ഇല്ല ഒരു മോഡേൺ ഡെമോക്രസിയിൽ. അതുകൊണ്ട് അത് പോട്ടെ. എന്നിട്ട് ഈ വാർത്താ മാധ്യമം അതിന്റെ കീഴിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോ പോലെയൊക്കെയാം. ദൂരദർശൻ ഓൾറെഡി ഞാൻ ദൂരദർശനൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്, അതെനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ നമുക്കറിയാം അവിടെ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു വാർത്തയും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ഒരുപാട് കൊല്ലം ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു സ്വഭാവം കാണുമ്പോൾ എനിക്കിതിൽ വലിയ ആകാംക്ഷയുണ്ടെന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ധന്യ, അവസാനമായി ഒരു കാര്യം കൂടി. ധന്യ മറ്റ് ചില തിരക്കുകൾ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഈ തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ഒരു സമയത്തിനിടയിൽ ആണ് വന്നു പോകുന്നത്. ധന്യയോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇത് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ എന്താവും സംഭവിക്കുക എന്നൊരു പ്രശ്നം ഈ ഓൺലൈൻ വാർത്താ പോർട്ടലുകളുമായി മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചുണ്ടോ? കാരണം നല്ല ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ സാധ്യതകൾക്ക് മേൽ ഈ നിയന്ത്രണങ്ങൾ ഒരു അപകടം സൃഷ്ടിക്കുമോ? ആ മേഖലയിലൂടെ കടന്നു വരുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, പുതിയ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, സംരംഭകരുണ്ട്. അതുപോലെ ഭാവിയിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയി സമൂഹ മാധ്യമങ്ങളിലും ഇതിൻ്റെ തുടർച്ചയിൽ വരാവുന്ന നല്ല നിയന്ത്രണങ്ങളുടെ ഒരു ലക്ഷണമോ സൂചനയോ ഇപ്പോഴത്തെ ഈ നീക്കം നൽകുന്നുണ്ടോ ധന്യയുടെ ഒരു അഭിപ്രായത്തിൽ? തീർച്ചയായും. അതായത് ഗവൺമെന്റ് റെഗുലേഷൻ, കണ്ടന്റ് റെഗുലേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് മോഡൽ റെഗുലേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ഡിജിറ്റൽ വെബ്സൈറ്റുകളെ എല്ലാം തന്നെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മലയാളമോ തമിഴോ അങ്ങനത്തെ ഭാഷാ മാധ്യമങ്ങളല്ല, പക്ഷെ ഹിന്ദി, ഇംഗ്ലീഷ് പോലുള്ള മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കാരിനോട്, ശശികുമാർ സർ പറഞ്ഞതുപോലെ സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ, അതാണല്ലോ ഒരു മാധ്യമത്തിന്റെ ബേസിക് ധർമ്മം. അത് ഏറ്റവും വ്യക്തമായി ചെയ്യുന്നത് ഇപ്പോൾ പല വെബ്സൈറ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സർക്കാർ കൃത്യമായും വെബ്സൈറ്റുകളെ, ഡിജിറ്റൽ മീഡിയ സൈറ്റ്സിനെ ഭയക്കുന്നു. ഈ യൂണിയൻ ഗവൺമെന്റ് മാത്രമല്ല, പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഡിജിറ്റൽ വെബ്സൈറ്റ്സിനെ ഭയക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഡിസിഷൻ ഓഫ് കോഴ്സ് യൂണിയൻ ഗവൺമെന്റിന്റേതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ ഡിജിറ്റൽ വെബ്സൈറ്റ്സിനെയും സർക്കാരിന്റെ കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഒരു കണ്ടന്റ് റെഗുലേഷൻ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.
ഇത് ഞങ്ങൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവ് ആയിരുന്നു. 2, ബിസിനസ് മോഡൽ. അതായത് ഇപ്പൊ ഇന്ത്യയിലെ ഡിജിറ്റൽ സൈറ്റ്സ് എല്ലാം, ഞാൻ നടത്തുന്ന സൈറ്റ് ഉൾപ്പെടെ, എങ്ങനെയായിരിക്കും ഇതിന്റെ ബിസിനസ് മോഡൽ, എങ്ങനെയാണ് റവന്യൂ മോഡൽ എന്നെല്ലാം ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ എല്ലാവരും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി നടത്തുന്ന ഡിജിറ്റൽ സൈറ്റുകളൊന്നും അല്ല. ആ സമയത്ത് മിക്കവാറും എല്ലാവരും തന്നെ ഞങ്ങൾ എല്ലാവരും മെമ്പർഷിപ്പോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ ഒക്കെ നടത്തുന്ന ഡിജിറ്റൽ വെബ്സൈറ്റുകൾ, അതായത് വായിക്കുന്നവർ പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് വാങ്ങുന്ന മോഡലാണ് മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളും ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. നാളെ സർക്കാർ പറയാണ് ഞാനൊരു ക്യാപ്പ് എടുക്കുകയാണ് ഈ സബ്സ്ക്രിപ്ഷൻ, അതായത് 500 രൂപയ്ക്ക് മേലെ നിങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് റവന്യൂ മോഡലാണ് നമ്മൾക്കുള്ളത്? ഞാൻ ഇതിനെക്കുറിച്ച് പല ഡിസ്കഷനുകളിലും പോയപ്പോൾ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ഒന്ന്, ഡിജിറ്റൽ മാധ്യമങ്ങൾ ഒരു റെഗുലേറ്ററി വാക്യൂമിലാണ് പ്രവർത്തിക്കുന്നത്, അതായത് അവർക്ക് ഒരുവിധ റെഗുലേഷനും ഇല്ല എന്ന്. അത് സത്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഓർഗനൈസേഷൻ നടത്തിപ്പോകാനോ വി ആർ ആസ് മച്ച് ബൗണ്ട് ബൈ ദ ഇന്ത്യൻ ലോസ്. അതായത് ഒരു വാർത്ത ഞങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടെ എല്ലാ ലോ ഉപയോഗിച്ച് ആൾക്കാർക്ക് ഞങ്ങൾ. പക്ഷേ ധന്യ അത് മതിയോ? ഇപ്പോ നേരത്തെ ശശികുമാർ സാർ പറഞ്ഞ പോലെ പത്രങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്, ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഡിജിറ്റലിലും റെഗുലേറ്ററി കോഡ് പാടില്ല എന്ന്? ശരി, ഒരു റെഗുലേറ്ററി കോഡ് വേണമെന്നാണ് സർക്കാരിന്റെ ആവശ്യമെങ്കിൽ യു ഹാവ് ടോക്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഡിജിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുമായി സംസാരിച്ച് യു കെൻ ഡിസൈഡ്. ഞാൻ അഫ്കോഴ്സ് ഇൻ പ്രിൻസിപ്പിൾ സെൽഫ് റെഗുലേഷൻ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ സർക്കാരിന് റെഗുലേഷൻ കൊണ്ടുവരണമെങ്കിൽ സർക്കാർ ഇത് ഡിജിറ്റൽ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ നോക്കൂ, ടെലിവിഷനോ പ്രിന്റോ പോലെ അല്ല ഡിജിറ്റൽ. ടെലിവിഷന് അപ്ലിങ്കിങ് ഡൗൺലിങ്കിങ് റൈറ്റ്സിന് സ്പെക്ട്രത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ ലൈസൻസിന്റെ ആവശ്യമുണ്ട്. ന്യൂസ് പേപ്പേഴ്സിനായാൽ ന്യൂസ് പേപ്പർ റോൾസിനെല്ലാം സർക്കാരിന്റെ സബ്സിഡി ഉണ്ട്. അങ്ങനെ ഒന്നും സർക്കാരിന്റെ ഒരു ആവശ്യവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മീഡിയ. പക്ഷേ ഓൺലൈൻ വാർത്താ പോർട്ടലുകൾക്ക് ഈ സർക്കാരുകൾ ആഗ്രഹിക്കുന്ന നിയന്ത്രണത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സെൽഫ് റെഗുലേഷൻ അപ്പുറത്തേക്കുള്ള ഒരു നിയന്ത്രണം വേണ്ടേ? അതിൻ്റെ അപകടം ഓൺലൈൻ മേഖല നേരിടുന്നുമുണ്ടല്ലോ. നമ്മളിതിനെ ഒരു വളരെ ഐഡിയൽ സിറ്റുവേഷനിൽ പറയുമ്പോഴും ഒരു തരം ദുരുപയോഗം നടക്കുന്നില്ലേ? അപ്പൊ ശരത്, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങളുടെ ടെലിവിഷൻ ചാനലിന്റെ ഭാഗമാണല്ലോ. ടെലിവിഷനിൽ റെഗുലേറ്ററി കോഡ് ഉണ്ട്, ടെലിവിഷൻ കോഡ് ഉണ്ട്. എല്ലാ ടെലിവിഷൻ ചാനൽസും ഈ കോഡ് അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? എത്രയോ പേര് കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടാക്കുന്ന വാർത്തകൾ പരത്തുന്നുണ്ട്. കൃത്യമായി വ്യാജമായ വാർത്തകൾ ദിവസം പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് ടെലിവിഷൻ ചാനൽസ് എല്ലാ ഭാഷകളിലും ഉണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ശശികുമാർ സാറിന്റെ ഓർമ്മയിലേക്കാണ്. ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു കൊടുത്ത വാർത്തകളിലെ പിശകുകൾ ചൂണ്ടിക്കാട്ടി അതിനകത്ത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില മാധ്യമങ്ങൾ പ്രവർത്തിച്ചത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സർക്കാർ നിലപാടെടുത്തു. ഓൺലൈനുകളുടെ കാര്യത്തിൽ എവിടെ പോവും? കേരളത്തിൽ തന്നെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ആരെയും നോക്കാതെ എന്തും വിളിച്ചു പറയാവുന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്ത് ലൈസൻസാണ് അവർക്കുള്ളത്? എന്ത് തരം സെൽഫ് റെഗുലേഷനാണ് അവർ നടത്തുന്നത്? അല്ല, അപ്പൊ എനിക്ക് ചോദ്യമുണ്ട് ശരത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അടുത്ത് കേരള സർക്കാർ പോവുകയാണ്. ഒന്ന്, കേരള സർക്കാരിന്റെ ആ ഒരു അതിനോട് ഞാൻ വിയോജിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. ബിക്കോസ് അത് ഏത് സർക്കാരായാലും യു ആർ ട്രൈങ് ടു റെഗുലേറ്റ് മീഡിയ അല്ലേ? ഇപ്പൊ കേരള സർക്കാർ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയോട് പോവുകയാണെന്ന് വിചാരിക്കും. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതായത് മാക്സിമം INB മിനിസ്ട്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർ 1-2 ദിവസം ഇവരെ ബ്ലാക്ക് ഔട്ട് ചെയ്യും ഈ ചാനൽസ്. ഇതാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കോഡ് ഉണ്ടായിട്ട് പോലും സർക്കാരിന് ഇതുവരയ്ക്കും, സർക്കാരിനല്ല, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കായാലും ശരി, അല്ലെങ്കിൽ നാഷണൽ ബ്രോഡ്കാസ്റ്റ് അസോസിയേഷൻ ആയാലും ശരി, അവരുടെ കുടക്കീഴിൽ വർക്ക് ചെയ്യുന്ന ചാനലുകളും പ്രിന്റ് മീഡിയയും എത്രയോ വ്യാജ വാർത്തകളും എത്രയോ തെറ്റായ വാർത്തകൾ കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു കോഡ് ഡിജിറ്റൽ മീഡിയക്ക് മാത്രം കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്നത് വി ഹാവ് ടു മൂവ് അഹെഡ് ഓഫ് ദിസ്. സെൽഫ് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു പ്രവണത തന്നെ വേണം. അല്ലാതെ ഈ സർക്കാർ പറയുന്ന റെഗുലേഷൻ കൊണ്ട് അത് സർക്കാരിന് ഇഷ്ടമില്ലാത്ത ചാനലുകൾ എന്തെങ്കിലും ചെയ്താൽ സർക്കാർ ഉടനെ റെഗുലേഷനെ കുറിച്ച് സംസാരിക്കും. സർക്കാരിന് ഇഷ്ടമുള്ള ചാനലുകൾ, അതായത് മുസ്ലിംസിനെ താഴ്ത്തി പറഞ്ഞാലും അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം കലഹം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും സർക്കാരിന് ഒരു പ്രശ്നവുമില്ല. അത് മനസ്സിലായി. ഞാനത് പറയുമ്പോഴും സർക്കാർ നിയന്ത്രണത്തെക്കുറിച്ചല്ല, അതിലൊരാൾക്കും യോജിപ്പില്ല. വാർത്താ മാധ്യമ രംഗത്ത് വേണ്ടത് സർക്കാർ നിയന്ത്രണമല്ല. ഇവിടെ സംസ്ഥാന സർക്കാർ പ്രസ് കൗൺസിലിനെ അവരുടെ അഭിപ്രായം അറിയിച്ചു എന്ന് പറയുന്നത്
അതൊരു അഭിപ്രായം അറിയിക്കുക, പ്രതിഷേധം അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പത്രത്തെയോ ചാനലിനെയോ ബ്ലാക്ക് ഔട്ട് ചെയ്യുക എന്ന നിലയിലല്ല. അതേ കാലത്ത് 2 മലയാള വാർത്താ ചാനലുകൾ സസ്പെൻഡ് ചെയ്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ദില്ലി കലാപത്തെ തുടർന്നുള്ള സാഹചര്യത്തിൽ 24 മണിക്കൂറിലധികം സംപ്രേഷണം നിന്നുപോയ സാഹചര്യം കേരളത്തിലുമുണ്ടല്ലോ. ധന്യ. അതെ, നോക്കൂ ശരത്, ഇതെല്ലാം ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു ഒരേ കാര്യം. അതായത് ഡിജിറ്റൽ മീഡിയ സൈറ്റുകൾ നടത്തുന്ന ആൾക്കാർ ദേ ഹാവ് ടു ബി റെസ്പോൺസിബിൾ. അതായത് ഞാൻ പറയുന്നില്ല ഡിജിറ്റൽ മീഡിയ സൈറ്റ് നടത്തുന്ന എല്ലാവരും വളരെ വ്യക്തമായും വളരെ നല്ല കൃത്യമായിട്ടുമാണ് വാർത്തകൾ കൊടുക്കുന്നത് എന്ന് ഞാൻ പറയുന്നതേ ഇല്ല. എത്രയോ ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ്, അതായത് ഒരു വർഷം വരും, അവർ അടുത്ത വർഷം എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അവർ പലതരം വാർത്തകൾ കൊടുക്കുന്നു, പലരുടെയും ഫണ്ടിങ് എവിടെ നമുക്ക് അറിയില്ല. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ റെഗുലേറ്ററി കോഡ് അല്ല അതിന്റെ സൊല്യൂഷൻ. അതായത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ, അതായത് ഡിജിറ്റൽ മീഡിയ മെയിൻ ആയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സും ഒരുമിച്ച് വന്ന് അവർ തന്നെ ഒരു റെഗുലേഷൻ സ്വയം തീരുമാനിക്കണം എന്താണ് ആ റെഗുലേഷൻ. തീർച്ചയായും ധന്യ പറഞ്ഞ ചില പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമാണ്. നേരത്തെ ശ്രീ ശശികുമാർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനൊക്കെ ചെയ്യുന്നത് പോലെ ഒരു നിയന്ത്രണവും നിരീക്ഷണവും ഏൽപ്പിക്കാൻ ഒരു സ്വതന്ത്ര ഏജൻസി എന്ന നിർദ്ദേശം വെച്ചു. അത് കേന്ദ്ര സർക്കാർ തള്ളുകയുണ്ടായി. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2 ചാനലുകൾ INB-യുടെ ഇടപെടലിനെ തുടർന്ന് സംപ്രേഷണം നിർത്തിവെക്കുന്ന അനുഭവം സമീപകാലത്ത് കേരളം തന്നെ കണ്ടിട്ടുള്ളതാണ്. അത് താങ്കൾക്ക് നന്നായി അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ നിലയിൽ ഈ സ്വയം നിയന്ത്രണം എന്നത് പോരാ എന്നൊരു തോന്നൽ സർക്കാർ ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിയന്ത്രിക്കേണ്ടത് തങ്ങളാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ഒരു സർക്കാർ മാറുന്നത് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുക എന്ന് വന്നാൽ അത് ജനാധിപത്യ പ്രക്രിയയിലെ കൃത്യമായിട്ടുള്ള ഒരു ഫോർത്ത് എസ്റ്റേറ്റിലേക്കുള്ള കടന്നുകയറ്റവും അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലിനെ, പ്രവർത്തനത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം കൂടിയാണോ അതിലടങ്ങിയിട്ടുള്ളത്? എന്റെ മനസ്സിൽ യാതൊരു സംശയമില്ല. സ്വയം നിയന്ത്രണം അല്ലാതെ വരുന്നതെല്ലാം സെൻസർഷിപ്പാണ്. നമ്മൾ സ്വയം നിയന്ത്രിക്കാതെ വരുമ്പോൾ വേറെ ആരെങ്കിലും നമ്മളെ നിയന്ത്രിക്കുകയാണെങ്കിൽ അതാണ് സെൻസർഷിപ്പ്. വേറെ എന്താ സെൻസർഷിപ്പിന്റെ ഡെഫിനിഷൻ? സംബഡി ഈസ് ആസ്കിംഗ് യു ക്യാൻ പബ്ലിഷ് ദിസ്, യു കനോട്ട് പബ്ലിഷ് ദിസ്. അതല്ലേ വേറെ നമ്മൾ സ്വയം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സെക്ടറിൽ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് അവര് പറയുകയാണ് ഇന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്, ഈ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ പ്രവർത്തിക്കുക. അവർക്കും ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയാനൊന്നും ആരും സമ്മതിക്കില്ല. എന്നാ പിന്നെ പത്രസ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയണം. നമ്മൾ ഏറ്റു പറയണം, ഇന്ത്യയിൽ ഇനി നാളെ തൊട്ട് പത്രസ്വാതന്ത്ര്യം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല. പത്രസ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ സ്വയം നിയന്ത്രണം മാത്രമേ പാടുള്ളൂ. എക്സ്റ്റേണൽ റെഗുലേഷൻ വന്നാൽ അത് സെൻസർഷിപ്പായി. അവിടെ അതാണ് സെൻസർഷിപ്പ് ബോർഡ് അല്ലെങ്കിൽ സെൻസർഷിപ്പ് കോഡ് ഒക്കെ വരുന്നത്. അങ്ങനെയാണ്. അതിന് സെൻസർഷിപ്പ് എന്ന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഇൻ എഫക്ട് ഇറ്റ് സെൻസർഷിപ്പ്. അതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സർക്കാർ ടെലിവിഷൻ ഇന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ 2 ചാനൽസ് അവർക്ക് ടു സ്റ്റോപ്പ് ബ്രോഡ്കാസ്റ്റിംഗ്. പക്ഷെ അതുപോലെ ഇന്റർനെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പ്രായോഗികമായിട്ട് വേറൊരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ ഇന്ത്യയിലുള്ള ഡിജിറ്റൽ മീഡിയ ഒക്കെ സർക്കാരിന് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മോഡലിനെ അവർക്ക് തകർക്കാം, അല്ലെങ്കിൽ അവർക്ക് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നവരെ അങ്ങനെയൊക്കെ റൂൾസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇത് പുറമേ നിന്നാണെങ്കിലും ഒരു സൈബർ സ്പേസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചില എന്താ പറയാ ഇങ്ങനെ കൺട്രോൾ സൊസൈറ്റീസ് പോലെയൊക്കെ ആയി മാറേണ്ടി വരും. ആരെങ്കിലും പുറത്തുനിന്ന് അല്ലെങ്കിൽ USA മറ്റേ അല്ലെങ്കിൽ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ നമുക്ക് പോയി ഇഫ് യു സ്റ്റാർട്ട് എ ഡിജിറ്റൽ സർവീസ് വാട്ട് യു ഡു. അതുകൊണ്ട് ഇത് പ്രായോഗികമാണെന്ന് പോലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. OTT പ്ലാറ്റ്ഫോംസിന്റെ കാര്യത്തിലും അത് പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് പിന്നെ ബിസിനസ് മോഡൽ ഉള്ളതുകൊണ്ട് അവർ സർക്കാർ പറഞ്ഞാൽ അവർക്ക് അത് വഴങ്ങേണ്ടി വരും. പക്ഷെ ഇവിടെ ഈ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന് അനുകൂലമായി നിൽക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് സർക്കാർ നോക്കേണ്ട കാര്യം. അല്ലാണ്ട് ഇപ്പോ ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് എതിരെ പറയുന്നതൊക്കെ നമ്മൾ സമ്മതിക്കില്ല അത് ആന്റി നാഷണൽ ആണ്, അത് മറ്റേ എന്നൊക്കെയാണ് ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതാരാണ് തീരുമാനിക്കാന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് സെൽഫ് റെഗുലേഷൻ മാത്രമേ പാടുള്ളൂ. സെൽഫ് റെഗുലേറ്ററി സെറ്റപ്പ് വേണമെന്നുള്ളതിൽ എനിക്കും സംശയമൊന്നുമില്ല. കാരണം ഒരു റെഗുലേഷൻ ഇല്ലാതെ പോയാൽ അത് പാളിപ്പോകും. മാത്രമല്ല 1-2 പേര് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കുകയും ചെയ്യും. നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെ, വിശ്വസനീയത ഉള്ള മാധ്യമങ്ങളെ അത് ബാധിക്കും.
അതുകൊണ്ട് അതിൽ നമ്മൾ ഇത്രയും കൂടി ഒരു ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ OTT പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വേണ്ടത്ര ആലോചനയില്ലാതെ ഒരു ഉത്തരവിറക്കി മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ആ ഗൈഡ് ലൈൻസ് അവർക്ക്, കാരണം രാജ്യത്തിന് പുറത്ത് ചിത്രീകരിക്കപ്പെടുന്ന തയ്യാറാക്കപ്പെടുന്ന വെബ് സീരീസുകൾ അത് വലിയ തോതിൽ ഇവിടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തുന്നുണ്ട്. അത് അതേപടി ആ നിലയിൽ എത്താത്തൊരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ചൈനീസ് ആപ്പുകൾ നിരോധിച്ച മട്ടിലേക്ക് ഈ പ്രമുഖമായ OTT പ്ലാറ്റ്ഫോമുകൾ, നേരത്തെ ശശികുമാർ സാർ സൂചിപ്പിച്ചതുപോലെ, അങ്ങനെ നമ്മൾക്കിതൊക്കെ നിരോധിച്ചുകൊണ്ടൊരു ഐസൊലേറ്റഡ് ലാൻഡായി മാറി നിൽക്കാനാകുമോ എന്നൊരു ചോദ്യം. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഈ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളുടെ കാര്യത്തിൽ ഇങ്ങനൊരു ഓർഡർ ഇറക്കുമ്പോൾ അതിനു മുമ്പ് ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി, ഇതിൽ ബന്ധപ്പെട്ടവരുമായി ഒരു ആലോചനയും നടത്താതെ എങ്ങനെ ഒരു മന്ത്രാലയത്തിന് പോകാനാകുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ശ്രീ ഷാബു പ്രസാദ്, ഒരു സർക്കാരിൻ്റെ ഒരു വകുപ്പ്, വാർത്താവിതരണ മന്ത്രാലയം ഇങ്ങനൊരു ഉത്തരവിറക്കി ഈ ഓൺലൈൻ ഡിജിറ്റൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാം എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ ധാരണയും തീരുമാനവുമുണ്ടല്ലോ. അത് അങ്ങേയറ്റം അപലപനീയമായ ആ മാധ്യമങ്ങളെ സർക്കാർ ആഗ്രഹിക്കുന്ന വിധം നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് അതിലൂടെ സർക്കാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് നിലയ്ക്ക് പിന്തുണയ്ക്കാനാവുന്നതാണ്? ഏത് തരത്തിൽ അതിനെ ന്യായീകരിക്കാനാവുന്നതാണ്? ശരത്തെ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഓൺലൈൻ മാധ്യമമായിക്കോട്ടെ, ഇനിയും ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ, പ്രിൻ്റഡ് മീഡിയ ആയിക്കോട്ടെ, ഇവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, മാധ്യമം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. മാധ്യമങ്ങൾക്ക് ഈ രാജ്യത്ത് ഓൾറെഡി ഒരു നിയമങ്ങളുണ്ട്. കാര്യം അതിൽ ഒരു വിഭാഗത്തിന് മാത്രം ഒരു ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വന്നത് കഴിഞ്ഞ ഒരു 4-5 ഇത്രയും വളരെ പോപ്പുലറായി വന്നിട്ട് ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അങ്ങനൊരു സംഭവം ഇല്ല. അതായത് ഒരു 2000-ന് മുമ്പ്, 2000 അല്ലെങ്കിൽ 95-ന് മുമ്പ് ഇവിടെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന മാധ്യമം എന്ന് പറഞ്ഞ് നിർവചനത്തിൽ വരുന്നത് പ്രിൻ്റഡ് മീഡിയ മാത്രമായിരുന്നു. അങ്ങനെ ഈ മാധ്യമത്തിൻ്റെ നിർവചനത്തിലേക്ക് കൂടുതൽ പ്ലാറ്റ്ഫോമുകളും കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നിലവിലുള്ള നിയമങ്ങളുടെ എക്സ്റ്റൻഷനും ആവശ്യമാണ്. പക്ഷേ അതല്ലല്ലോ നടക്കുന്നത്. നാട്ടിൽ മൊബൈൽ ഫോൺ നിയന്ത്രണത്തിലാണ്, ഉള്ളടക്കത്തിന്റെ നിരീക്ഷണവും നിയന്ത്രണവും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്ത് തരം മാധ്യമ ധാർമ്മികതയാണ് അതിലൂടെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്? അതിന് ഒരു പ്രതിബദ്ധതയുമില്ലല്ലോ. ഇവിടെ നിലവിലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, അതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഞാൻ ഇവിടെ പറയുന്നു. ഇപ്പോൾ ഇവിടെ കൈരളി ചാനൽ ഈ രാജ്യത്തെ മാധ്യമ നിയമങ്ങൾക്ക് വിധേയമായി തന്നെ പ്രവർത്തിക്കുന്ന ഈ കൈരളി ചാനലിന് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ മോദി ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും നിശിതമായി വിമർശിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അങ്ങനെ കേരളത്തിലെ എല്ലാം അത് ആ സ്വാതന്ത്ര്യം എവിടെയാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്? അതേ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതേ നിയമവും ഇവിടെയും ആപ്ലിക്കബിൾ ആവണം. നേരത്തെ ശ്രീ ശശികുമാർ നേരത്തെ ധന്യയും ഈ രംഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഏതാണ് ഓൺലൈൻ വാർത്താ പോർട്ടലുകളുമായി ചോദ്യം വളരെ ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം എങ്കിൽ പറയൂ. ഹലോ, പറഞ്ഞു തീർക്കൂ, പറഞ്ഞത് പൂർത്തിയാക്കൂ. ഹലോ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ എം എ നിഷാദ്, ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ച് നിഷാദ്, ഇതിലൊരു പ്രധാനപ്പെട്ട മേഖല OTT പ്ലാറ്റ്ഫോംസ് ആണ്. ഓൺലൈൻ വാർത്താ പോർട്ടലുകളെ കുറിച്ച് പറഞ്ഞു. സിനിമയ്ക്ക് സെൻസർഷിപ്പ് ഉണ്ട്, അതില്ലാതെ പോകുന്ന OTT പ്ലാറ്റ്ഫോമുകളിൽ അത് വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പ്രീ സെൻസർഷിപ്പിലേക്ക് OTT പ്ലാറ്റ്ഫോമുകളുടെ സ്വഭാവത്തിൽ വാർത്താ പോർട്ടലുകളെയും കൊണ്ടുവരികയാണ്. അതാണ് നേരത്തെ ശശികുമാർ സാറ് സൂചിപ്പിച്ചത്. OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ, മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ താല്പര്യങ്ങൾ എന്താണ്? തന്നെയൊക്കെ സൂചിപ്പിച്ചതിനെക്കാരും കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇതൊരു വ്യക്തതയില്ലാത്ത വിജ്ഞാപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു ഫാസിസ്റ്റ് ശൈലിയാണ്, ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ശൈലിയാണ്. ഏത് തീരുമാനം, ഏത് വിജ്ഞാപനമാണ് ഈ സർക്കാർ വന്ന ശേഷം വ്യക്തത ഉണ്ടായിട്ടുള്ളത്? GSTയിൽ ഉണ്ടായിട്ടുണ്ടോ?
നിങ്ങൾ നോട്ട് നിരോധനം പോലുള്ള മണ്ടൻ തീരുമാനത്തിലുണ്ടായിട്ടുണ്ടോ? ഏതിലാണ് വ്യക്തതയുള്ളത്? വ്യക്തത എന്ന് പറയുന്നത് അവരുടെ ശൈലിയല്ല. ആദ്യം അവർക്ക് തനിക്കാക്കി വിടക്കാക്കാൻ നോക്കും, അതല്ലെങ്കിൽ അവർക്ക് വഴങ്ങാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ. അതെല്ലാ ഫാസിസ്റ്റ് സർക്കാരുകളും ചെയ്യുന്ന ഇതാണ്. അവരെന്നും ഭയപ്പെട്ടിരിക്കുന്നത് കലയെയും കലാകാരന്മാരെയുമാണ്. ഒരു സർക്കാരിനെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്തതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പം OTT എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് എന്നാണ് പറയുന്നത്. ഇൻ്റർനെറ്റ് മൗലികാവകാശമാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സംസ്ഥാനത്ത് നമ്മൾ രാജ്യത്തിലേക്ക് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഗതി ഇപ്പോൾ കണ്ടല്ലോ. രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ്. അതെ, ആദ്യ സംസ്ഥാനം. അപ്പോൾ ഓരോ മിനിറ്റിലും ഓരോ വാർത്ത ജനിക്കുകയാണ്. ആ വാർത്തകൾക്ക് ഇതുപോലെ സെൻസർഷിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഇവരുടെ അനുവാദം ഇല്ലാതെ പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മുമ്പ് സംസാരിച്ച മാന്യ വ്യക്തി അദ്ദേഹം വലിയ എന്തോ ഔദാര്യം പോലെ ചാനലിലിരുന്നുകൊണ്ട് സർക്കാരിനെ വിമർശിക്കാൻ പറ്റുന്നില്ലേ, മറ്റേ വിമർശനമെന്ന് പറഞ്ഞു. എന്താണ് മിസ്റ്റർ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാർത്തകളുടെ മുകളിൽ കൂച്ചുവിലങ്ങിടുക എന്നുള്ള ഒരു നയം അതിൻ്റെ ആദ്യ പടിയായിട്ടാണ്. ഇത് എഴുതി വെച്ചോ ശരത്, ഇത് തുടങ്ങാൻ പോകുന്ന അവിടെയാണ്. നമ്മൾ ഇപ്പോൾ OTTയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. ഈ OTT പ്ലാറ്റ്ഫോമിലേക്ക് അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കണ്ടൻസ് ആണ്. ഈ കണ്ടൻസ് ഇപ്പോൾ സെൻസർഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ വേറെ കുറേ എൻ്റെ സ്വന്തം അനുഭവങ്ങളൊക്കെ ഇനി ഞാൻ പറയാം. ഈ OTTയിൽ സെൻസർഷിപ്പ് വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക തന്നെ ചെയ്യും. കാരണം ഈ കണ്ടൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സിനിമകൾ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പെട്ടെന്നൊരു ഭൂതോദയം, സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പെട്ടെന്നൊരു ഭൂതോദയം ഉണ്ടാവാൻ കാര്യം എന്നുള്ള വെബ് സീരീസുകളെ പതാൽ ലോക്ക് പോലെയുള്ള വെബ് സീരീസ് വന്നപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ലോക ജനത അറിയുന്നു. അതുപോലെ തന്നെ സീക്രട്ട് ഗെയിംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കലാസൃഷ്ടികൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പല വിഷയങ്ങളും സെൻസർഷിപ്പ് ഇല്ലാതെ യഥാർത്ഥത്തിൽ കലാകാരന്മാർക്ക് അത് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ആദ്യ പടി എന്ന നിലയിൽ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ടുണ്ടായിരിക്കുന്നത്. അതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൂടെയാണ് ഓരോ രാജ്യത്തെ സംസ്കാരവും അവിടെ നടക്കുന്ന വിഷയങ്ങളും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന അവിടെ ഈ പറയുന്ന ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. താലിബാനിസത്തിൻ്റെ മറ്റൊരു സംഭവമാണ്. അവിടെ സ്വാതന്ത്ര്യമില്ല. ആ ഇറാനിയൻ സിനിമകൾ പുറത്തേക്ക് വന്നത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൂടെയാണ്. ആ ഫിലിം ഫെസ്റ്റിവലിലൂടെയാണ് നമ്മൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ലോകം എന്താണെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു കലാപരമായ വിഷയത്തിൽ, കലാപരമായ ഒരു കാര്യത്തിൽ ലോകത്തോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനെയെല്ലാം തടയിടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ഈ വിജ്ഞാപനത്തിലെ വ്യക്തതയില്ലായ്മയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. അവരൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, ആ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആദ്യ പടിയാണിത്. പക്ഷേ ഇത് എതിർക്കേണ്ടത് തന്നെയാണ്. എത്രമാത്രം എതിർപ്പുകൾ പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം, സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. റൈറ്റ്. ശ്രീ ഷാബു, ഇതിനകത്തൊരു കാര്യവും പത്രങ്ങൾ അതിന് ഏർപ്പെടുത്തിയിട്ടുള്ള സ്വയം നിയന്ത്രണവും അതിൻ്റെ നിയന്ത്രണ സംവിധാനവും, അതിന് സ്വതന്ത്രമായ ഒരു ഏജൻസി സംവിധാനം നിൽക്കുന്നു. ചാനലുകളെ സംബന്ധിച്ചും ആ നിലയിൽ തന്നെയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ കൃത്യമായി INBക്ക് കീഴിലേക്ക് തന്നെ ഇവയെ കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള വിജ്ഞാപനമാണ്. മുമ്പ് പറഞ്ഞത് കേട്ടില്ലേ, ഒരു തരത്തിലുമുള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിക്കുന്ന ഹർജികൾ സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ അതിനെ ഹൈജാക്ക് ചെയ്ത്, കോടതിയിൽ അത് വിലയിരുത്തുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു സർക്കാർ ഉത്തരവിലേക്ക് പോകുന്നു? അത് വളരെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലും സെൻസർഷിപ്പാണ് എന്ന നല്ല വിമർശനം ശക്തമായി ഉയരുന്നുണ്ട്. ഷാബു പ്രസാദ്, വിമർശനമൊക്കെ ഉയരട്ടെ, നല്ല കാര്യം. വിമർശനങ്ങൾ ഉണ്ടാവണം, ജനാധിപത്യമല്ലേ. അതിൻ്റെ അകത്തൊന്നും ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷെ വേറെ ഒന്നുമില്ലെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കൈരളി ചാനലിനുള്ള ആ നിയമപരമായ ബാധ്യത ഇവിടെ ഏതൊരു മാധ്യമത്തിനും ഉണ്ടാവണ്ടേ. അത് ഡിജിറ്റൽ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതുണ്ടാവണ്ടേ. നിങ്ങൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഷാബു പ്രസാദ്, അങ്ങനെ അത്ര നിഷ്കളങ്കമായി അതിനെ സമീപിച്ചു പോകരുത്. കൈരളിയെ ഉദാഹരിച്ചു ഞാൻ പറയട്ടെ. ഇപ്പോ സർക്കാർ സ്വയംഭരണ ആ നിയമപരമായ ബാധ്യത ഇവിടെ ഒന്നാമത്തെ കാര്യം
ഞാൻ പറയുന്നതെന്ന് കംപ്ലൈൻറ്റ് നിങ്ങളെല്ലാവർക്കും സമയം കൊടുക്കുക. നിങ്ങളെന്തിനാണ് എന്നോട് ഇടപെടുന്നത്? ഒന്ന് ഞാൻ സംസാരിച്ച് പൂർത്തിയാക്കട്ടെ പ്ലീസ്. അതായത് ഇടപെടുകയില്ലല്ലോ. ഈ ഡിജിറ്റൽ മാധ്യമം ഇപ്പോഴാണ്, അത് കുറച്ച് കാലമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് അതിന് വളരെ ഗൗരവതരമായ ഒരു തലം ഇപ്പോഴായിട്ടുണ്ട്. അത് വളർന്നു മെച്വേർഡായി. ഈ സമയത്ത് ഈ രാജ്യത്തെ ഏതൊരു മാധ്യമത്തിനും ഉള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പരമായ നിയമപരമായ ബാധ്യതയോ ഈ മേഖലയ്ക്കും ആവശ്യമുണ്ട്. ദാറ്റ്സ് ഓൾ. ഇവിടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമ്മളൊന്നും ആരും, അതായത് ഇവിടെ പലരും പറഞ്ഞു നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടതല്ലേ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം എന്നുള്ളതല്ലാതെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കൊറോണ കാലത്തെ ഈ ലോക്ക്ഡൗണൊക്കെ കണ്ടതാണ്. ജനങ്ങൾ സ്വയം നിയന്ത്രിച്ചാണോ വീട്ടിലിരുന്നത്? അല്ല. അവിടെ വളരെ ശക്തമായ നിയമം നടപ്പാക്കിയത് കൊണ്ടുകൂടി തന്നെയാണ് ജനങ്ങൾ വീട്ടിലിരുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ ഈ സ്വയം നിയന്ത്രണം എന്നൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ ആ ഒരു ഐഡിയോളജിക്കൽ തലത്തിൽ പറയാം എന്നുള്ളതല്ലാതെ അത് പ്രായോഗികമായിട്ട് നടപ്പുള്ള കാര്യമൊന്നുമല്ല. ഒരു മാധ്യമവും അത് ചെയ്യില്ല. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനായാലും നിങ്ങളായാലും ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ ശ്രദ്ധിക്കാനും മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ നിയന്ത്രണം, അപ്പോഴാണ് അതിന്റെ ആ സ്വയം നിയന്ത്രണം. ഇവിടെ എല്ലാ മാധ്യമങ്ങൾക്കും സർക്കാരിനെയും വാർത്താ ചാനലുകൾക്ക് അതിൻ്റെതായ സ്വതന്ത്ര സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെ ഒരു സർക്കാർ ഏജൻസിക്ക് കീഴിലേക്ക് താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ചില ലളിത യുക്തികളാണ് മുന്നോട്ട് വെച്ചത്. കോവിഡ് കാലത്ത് വീട്ടിലിരുന്നത് പോലെയുള്ള കാര്യം വെച്ചിട്ടാണോ മാധ്യമ സ്വാതന്ത്ര്യത്തിലുള്ള ഇടപെടലിനെ വിലയിരുത്തേണ്ടത്? ശ്രീ നിഷാദ്, മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് ഷാബുപ്രസാദ് ഒന്ന് കേൾക്കൂ. ഒരു ഫാസിസവും മാധ്യമങ്ങൾക്ക് നേരെയുള്ള ഒരു ഫാസിസവും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ശരി, വളരെ നിഷ്കളങ്കവും അതേപോലെ തന്നെ വളരെ വിചിത്രവുമായിട്ടൊരു വാദമാണ് അദ്ദേഹം നിരത്തിയിരിക്കുന്നത്. കാര്യം ഇത് കേൾക്കുന്ന ആളുകൾക്ക്, ഈ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ലോക്ക്ഡൗണിൽ നമ്മളുടെ സ്വയം നിയന്ത്രണവും മാധ്യമ നിയന്ത്രണവുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യമാണ്. ആ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സർക്കാർ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നുള്ളത് ആ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഭൂഷണമല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഈ സെൻസർഷിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാനുണ്ട്. എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. കാര്യം ഞാൻ ഈ ഒരു കിണർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ കേരളത്തിലെ സെൻസർ ബോർഡിലെ അംഗങ്ങളിലും മിക്കവാറും എല്ലാം ഈ സർക്കാരിനെ അനുകൂലിക്കുന്നവരാണ്. അതിൽ ഒരു കാര്യവുമില്ലാതെ 2-3 കട്ടുകൾ പറഞ്ഞു. ഞാൻ അതെന്തില്ലാന്ന് പറയുന്നില്ല, പലർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ കേണി എന്ന തമിഴ് സിനിമ ഞാൻ ചെയ്യുമ്പോൾ തമിഴിൻ്റെ സെൻസർഷിപ്പ് വന്നപ്പോൾ അതിനൊക്കെ എല്ലാ തെളിവുകളും ഉണ്ട്. ഒരു മുസ്ലിം പള്ളിയുടെ ബാങ്ക് വിളിക്കുന്ന ഒരു മുസ്ലിം പള്ളിയുടെ 4 മിനാരങ്ങൾ 8 ഷോട്ട് കാണിച്ചപ്പോൾ അത് വെട്ടണം എന്ന് പറഞ്ഞ സെൻസർ ബോർഡ് മെമ്പറായിരുന്നുള്ളത്. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ കുഴപ്പമെന്താ? ഇതിനും പറഞ്ഞല്ലോ, അത് പിന്നെ ഒരു വിഭാഗത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു മുസ്ലിം പള്ളി കാണിക്കുമ്പോൾ അതിൻ്റെ മിനാരങ്ങൾ 2-3 ഷോട്ട്സുകൾ വെച്ചാൽ ആ ഒരു വിഭാഗത്തിനെ ഗ്ലോറിഫൈ ചെയ്യുമെന്നുള്ള വിചിത്രമായ വാദം കണ്ടുപിടിച്ച ഒരു സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിത് കംപ്ലീറ്റ് വെട്ടണമല്ലോ. ഈ ബിനാരങ്ങളുടെ ഷോട്ടുകൾ വെട്ടിയെന്നും പറഞ്ഞ് എൻ്റെ മതവികാരമൊന്നും വ്രണപ്പെടത്തില്ല. അപ്പോൾ ഞാനിത് വെട്ടാൻ തരാം, പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളതെനിക്ക് എഴുതി തരണം. അപ്പോൾ അവരൊരു കോംപ്രമൈസും ഉണ്ടല്ലോ, 2 ഷോട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വ്യക്തമായ അജണ്ടയുണ്ട്. ഈ സെൻസർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇവർ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലാണെന്നുള്ള അറിയാം. ഞാനിതെൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്, ഇത് സത്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെൻസർഷിപ്പിലേക്ക് അവർ വരാൻ പോകുന്നത്, ഇപ്പോൾ മിസ്റ്റർ പ്രസാദ് അദ്ദേഹം വളരെ കൂളായിട്ട് ലളിതമായിട്ട് പറഞ്ഞു, മുകളിലൊരാൾ ഇരിക്കണം, ഇതെല്ലാം നിയന്ത്രിക്കും. മുകളിലൊരാൾ ഇരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ശശികുമാർ സാറ് സൂചിപ്പിച്ച പോലെ റേഡിയോയുടെ കാര്യം മൻ കി ബാത്ത് മാത്രമായിട്ട് ആരും കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ഉത്തരേന്ത്യയിലുള്ളവർ കേൾക്കുന്നുള്ളതായിരിക്കും. പക്ഷേ മൻ കി ബാത്ത് മാത്രമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഓരോ കാര്യത്തിനും സെൻസർഷിപ്പ് കൊണ്ടുവരുന്നു. സിനിമയുടെ കാര്യം പറയാൻ പറ്റത്തില്ല, സിനിമ വളരെ സൂക്ഷിച്ചാണ്, അത് പാടില്ല ഇത് പാടില്ല, എന്തെങ്കിലും ഒരു കാര്യം വന്ന ബുദ്ധിമുട്ട്. ഈ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന കണ്ടൻസിന്, അത് വെബ് സീരീസ് ആണെങ്കിലും സിനിമയാണെങ്കിലും അത് സെൻസർഷിപ്പൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണാനൊന്നും ആളുകളുണ്ടാവില്ല. ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ കേരളത്തിൽ നിർമ്മിച്ച ഒരു വെബ് സീരീസ്
അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ടാണ് OTT പ്ലാറ്റ്ഫോമുകാർ എടുക്കുന്നത്. ആമസോൺ ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഹോട്ട്സ്റ്റാർ ആണെങ്കിലും. അത് യൂറോപ്പിലിരിക്കുന്ന ആൾക്കും ആഫ്രിക്കയിലിരിക്കുന്ന ആൾക്കും അമേരിക്കയിലിരിക്കുന്ന ആൾക്കും അയാൾ അതിൻ്റെ സബ് ടൈറ്റിൽസ് നോക്കി, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് നോക്കിയിട്ട് അയാൾക്ക് അത് മനസ്സിലാക്കണം. ഒരു കോമഡി സിനിമ ചിലപ്പോൾ അവർ എടുത്തെന്നിരിക്കത്തില്ല, നമ്മുടെ തമാശ അവർക്ക് എടുക്കണോ അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമ കാണാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ടാവും. അത് മറ്റു ഇറോട്ടിക് മൂവീസ് കാണുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഏത് തരത്തിൽ പ്രായോഗികമായി എങ്ങനെയാണ് ഇതിന് അല്ല, അതിൽ നിഷാദ് ഒരു കാര്യം, ഇതെല്ലാം OTT പ്ലാറ്റ്ഫോമുകളുടെ നിയന്ത്രണത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നു. അവിടെ ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു അവസരം, സാധാരണ കോടതികളിലേക്ക് ഈ വിഷയം വന്നാൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലേക്ക് വന്നാൽ അതിന് കാത്തിരിക്കുക എന്നുള്ളതാണ് കരണീയമായി ചെയ്യേണ്ടത് ഒരു സർക്കാർ, ഏത് സർക്കാരുമാവട്ടെ. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഒരു വ്യക്തതയോടെ ഒരു ഉത്തരവിറക്കി അതിന് ബൈപ്പാസ് ചെയ്യുന്ന നിലയിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പല ഘടകങ്ങളുണ്ടാവും OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന വെബ് സീരീസുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന ഘടകം ഇതിലെന്താണ്? ഈ വെബ് സീരീസുകളുടെ രാഷ്ട്രീയ ഉള്ളടക്കമാണോ, അതിലൂടെ അവർ പരാമർശിക്കുന്ന തുറന്ന ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തുറന്ന പറച്ചിലാണോ ഈ OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിനെ ഇത്രമേൽ പ്രേരിപ്പിക്കുന്നത്? കാരണം കോടതി പറയേണ്ട ഒരു വിഷയത്തിന് പോലും കാത്തു നിൽക്കുന്നില്ലല്ലോ. അതായത് ഒരു ചെറിയ തിരുത്തുണ്ട്, വ്യക്തതയില്ലാത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേട്ടോ, ഒട്ടും വ്യക്തതയില്ല. കാര്യം അത് തന്നെയാണ്, അവർക്കൊരു വ്യക്തതയുണ്ട്, സർക്കാരിനൊരു വ്യക്തതയുണ്ട്. അവരുടെ തീരുമാനം, അവരുടെ അജണ്ട, വ്യക്തതയ്ക്ക് പിന്നിലെ തീർച്ചയായിട്ടും അത് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നത്. കാര്യം അതൊരു അജണ്ടയാണ്, ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതായത് ഇതിനകത്തുള്ള വിഷയം, താങ്കൾ പറഞ്ഞ വിഷയത്തിൽ രണ്ടാമത്തെ കാര്യമാണ്, അതായത് ഇന്ത്യൻ സാഹചര്യം പുറത്തറിയുന്നു എന്നുള്ള ഭയം തന്നെയാണ് വിഷയം. കാരണം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എത്ര ഇവരെ അനുകൂലിക്കുന്ന ആളുകളാണെങ്കിലും ചെറുപ്പക്കാരുടെ വിരൽ തുമ്പുകളിൽ നിന്നുകൊണ്ട് അവർക്കെല്ലാം കാണാം. ലോകം തുറന്നിട്ടിരിക്കുകയാണ്. യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ OTTയിലൂടെ ആമസോണിലാണെങ്കിലും അവർക്ക് ലോകം മുഴുവൻ അവർ പരിചിതമായിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ വിഷയങ്ങൾ ഇന്ത്യയുടെ മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു സെൻസർഷിപ്പും ഇല്ലാതെ യാഥാർത്ഥ്യത്തോടു കൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അസ്വാരസ്യമുണ്ടാവും. പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ശൈലിയിൽ ജീവിക്കുന്നവർക്ക്, ഫാസിസ്റ്റ് സർക്കാരിന് സ്വാഭാവികമായിട്ടും അസ്വാരസ്യമുണ്ടാവും. ആ അസ്വാരസ്യം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള ഭയമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പതാലോക്ക് പോലെയുള്ള സിനിമകൾ, ഇത് ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, താങ്കൾ കണ്ടു കാണും. വളരെ മനോഹരമായ സിനിമയായിരുന്നു. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു വിഷയത്തെപ്പറ്റി അവർ കൂടുതൽ ബോധവാൻ. അതുകൊണ്ട് ഈ പിന്നെ ഫിലിം മേക്കേഴ്സ്, ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ലോക്ക്ഡൗണിന് ശേഷം തിയേറ്ററുകൾ തുറക്കാതിരിക്കുമ്പോഴത്തേക്കിന് സിനിമകൾ നടക്കുന്നുണ്ട്. ആ സിനിമകളൊക്കെ OTTക്ക് വേണ്ടിയുള്ള സിനിമകളാണ്. അവിടെ അതിൻ്റെ മുകളിലൊരു സെൻസർഷിപ്പ് വന്നു കഴിഞ്ഞാൽ വളരെ ചൂസി ആയിട്ട് മാത്രം, ഇപ്പോഴേ ചൂസി ആയിട്ടാണ് അവരെടുക്കുന്നത്, വളരെ ചൂസ് ചെയ്തിട്ട് മാത്രമേ പിന്നെ ഈ സിനിമകൾ എടുക്കുന്നു. അത് ഒരു പിന്നെ മേഖലയെ തന്നെ താറുമാറാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. അതോടൊപ്പം തന്നെ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് മാത്രം ഒരു താലിബാനിസത്തിൻ്റെ ശൈലിയിൽ മാറി നിന്നുകൊണ്ട് ഇത്തരം സിനിമകൾ മാത്രമേ വരാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ പ്രായോഗികമാകുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ഉത്തരം കിട്ടിയേ പറ്റൂ. ഷാബു പ്രസാദ്, ഇവിടെ നിയന്ത്രണം വേണം എന്ന വാദത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നയാളാണ്. തീർച്ചയായും അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. താങ്കൾ നിരീക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിന് വേണ്ടത്, അത് സത്യത്തിൽ വേണ്ടത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വകുപ്പിൻ്റെ കീഴിലാണോ വേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പത്രങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താ ചാനലുകളുടെയും കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെ ഒരു സ്വതന്ത്ര സംവിധാനമല്ലേ അതിന് വേണ്ടത്? അവിടേക്കാണ് ഈ ഇടപെടൽ എന്നത് വിമർശിക്കപ്പെടുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ടെലിഫോൺ ലൈനിൽ സംവിധായകൻ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, നേരത്തെ ശ്രീ ശശികുമാറും ധന്യരാജേന്ദ്രനും MA നിഷാദും സംസാരിച്ചു. നമ്മൾക്കൊപ്പം ശ്രീ ഷാബു പ്രസാദാണുള്ളത്. അദ്ദേഹം ഈ കുരുക്ഷേത്ര പബ്ലിക്കേഷൻസിൻ്റെ മുൻ GM ആണ്, എഴുത്തുകാരനാണ്. ഈ നിയന്ത്രണങ്ങളെല്ലാം വേണം എന്ന നിലപാടെടുത്ത് അദ്ദേഹവും സംസാരിക്കുകയായിരുന്നു. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ന്യൂസ് പോർട്ടലുകൾ, ഡിജിറ്റൽ മാധ്യമ സംവിധാനത്തെ മുഴുവൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്ന അസാധാരണ ഗസറ്റാണ്, വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വിഷയം എന്ന് വെച്ചാൽ ഈ OTT പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം വേണമോ എന്നതൊക്കെ സുപ്രീം കോടതി നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ ഹർജികൾ നിലനിൽക്കുകയാണ്, കോടതിയിൽ ഒരു വിഷയം നിൽക്കുകയാണ്. സർക്കാർ ഒരു ഉത്തരവിറക്കി ഈ നിയന്ത്രണവും നിരീക്ഷണവും ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ മന്ത്രാലയത്തിന് കീഴിലേക്ക് വരുന്നത്. ഏതൊക്കെ തരത്തിലാണ് ഈ തീരുമാനത്തെയും അതിന് പിന്നിലെ സമീപനത്തെയും ബി ഉണ്ണികൃഷ്ണൻ വിലയിരുത്തുന്നത്? ശരത്ത്, ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ചതാണ്. ഞാൻ ഇച്ചിരി തിരക്കിലാണ്, അതുകൊണ്ട് എനിക്ക് ദീർഘമായിട്ട് ഇതിനകത്ത് സംസാരിക്കാൻ
പറ്റുന്നില്ല. പക്ഷേ ദീർഘമായി സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഈ എല്ലാവിധ സെൻസർഷിപ്പുകളെയും ഗവൺമെന്റൽ ആയിട്ടുള്ള സർവൈലൻസുകളെയും അത് സമസ്ത മീഡിയയ്ക്ക് മുകളിലുള്ളതിനെയും ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിന് OTT എന്നോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെന്നോ വേർതിരിവില്ല. ഇപ്പൊ സിനിമയ്ക്ക് സെൻസർഷിപ്പ് ആവശ്യമാണോ എന്നുള്ള ചോദ്യം എത്രയോ കാലമായി നമ്മൾ ഉയർത്തുന്നു. ആനന്ദ് പട്വർദ്ധനെ പോലെയൊക്കെയുള്ള ആളുകളെ എത്ര ഗംഭീരമായിട്ട് അവരുടെ സൃഷ്ടികളിൽ കൂടി തന്നെ ഇത് ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ്. ഇത്തരത്തിലുള്ള ഒരു സെൻസർഷിപ്പുകളും കലയ്ക്കോ മാധ്യമ പ്രവർത്തനത്തിനോ ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോ ഇപ്പൊ നമുക്കറിയാം, നിലവിൽ പത്രമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമയ്ക്കൊക്കെ അതിൻ്റെതായ നിയന്ത്രണങ്ങളുണ്ട്. അവിടെ നിയന്ത്രണങ്ങളില്ലാതെ നമ്മൾ പലപ്പോഴും ഒരു ഓൾട്ടർനേറ്റ് പ്ലാറ്റ്ഫോമിന്റെ പൊളിറ്റിക്കൽ സാധ്യതകളെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം എന്താണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇതുവരെ മെയിൻ സ്ട്രീം മീഡിയകൾ പല കാര്യം കൊണ്ട് വിട്ടുപോയ കാര്യങ്ങൾ ഇന്ത്യയുടെ പൊതുസമൂഹത്തിന്റെ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള ബദൽ മാധ്യമ പ്രവർത്തനവും ബദൽ കലാപ്രവർത്തനവുമാണെന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും സംശയമില്ല. ഇപ്പൊ അത് പൊടുന്നനവേ നമ്മളൊരു സെൻസർഷിപ്പിലേക്ക്, ഒരു സർവൈലൻസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ സമസ്ത മേഖലകളിലും നമ്മളെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അധികാരത്തിന്റെ അദൃശ്യമായ കണ്ണുകൾ അത് കുറെ കൂടി വിസിബിൾ ആയിട്ട് ദൃശ്യവൽക്കരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ കലാജീവിതത്തിലേക്ക്, നമ്മളുടെ പത്രപ്രവർത്തനത്തിലേക്ക് എല്ലാം ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് വർത്തമാന ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒട്ടും അതിശയകരമല്ല, പക്ഷെ നിർഭാഗ്യകരമാണ്. ഞാൻ ഒരു രാഷ്ട്രീയ കാര്യം കൂടി താങ്കളോടൊന്ന് ചോദിച്ചോളട്ടെ, സമയക്കുറവ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് പത്ര സെൻസർഷിപ്പ് അന്നുണ്ടായിരുന്നത് പത്രങ്ങളായിരുന്നു. അതിനുമേലുണ്ടായിരുന്ന, ആ മാധ്യമത്തിന് മേലുണ്ടായിരുന്ന സെൻസർഷിപ്പ് നമ്മൾക്കറിയാവുന്നതാണ്, ചരിത്രപരമാണത്. അവിടെ അതിൻ്റെ തുടർച്ചയിൽ പുതിയ കാലത്ത് ഇപ്പോൾ ഈ വിപണിയുടെ സമ്മർദ്ദങ്ങൾക്കൊക്കെ അപ്പുറം സ്വതന്ത്രമായി കുറേ കൂടി പോകുന്ന ഓൺലൈൻ ഡിജിറ്റൽ ന്യൂസ് പോർട്ടലുകളുടെ ഇടപെടൽ, അത് സർക്കാരുകൾക്ക് സൃഷ്ടിക്കുന്ന വലിയ അലോസരം, ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ അതിൻ്റെ ചില അപവാദങ്ങൾ ഉണ്ട് താനും നമ്മുടെ നാട്ടിലടക്കം നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും അത്തരം ഒരു വലിയ സാധ്യത ഈ ഡിജിറ്റൽ വാർത്താ പോർട്ടലുകൾ നൽകുന്നുണ്ട്. അതിനെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് കണ്ട പത്ര സെൻസർഷിപ്പിൻ്റെ പുതിയ മാതൃകയിൽ ഈ ഇടപെടലിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ അതിനെ ഒരു അത്തരത്തിലുള്ള ഒരു ന്യൂനീകരണത്തിലേക്ക് കൊണ്ടുവരാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അതിലും ഗൗരവകരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊരു ഗ്ലോബൽ ഫിനോമിനൻ കൂടിയാണ്. അത് നമ്മളൊരു ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ എടുത്തു നോക്കുക. കാരണം ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഇത്തരത്തിലുള്ള ബദൽ പ്ലാറ്റ്ഫോമുകളുടെയും വലിയ രീതിയിലുള്ള വികാസം ലോകത്തിലെമ്പാടും. ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വിക്കിലീക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ചർച്ച ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ബദൽ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന് നേരെ ലോകമെമ്പാടും നടത്തിയിട്ടുള്ള പ്രതിരോധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഈ അതേ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ പൂർണ്ണമായും സർവൈലൻസിന്റെ അകത്ത് കൊണ്ടുവരാനാണ് അധികാരം നോക്കുന്നത്. അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥയാണ്, സാംസ്കാരിക അവസ്ഥയാണ്. അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അധികാരവും അറിവിന്റെ വിനിമയവും തമ്മിലുള്ള ഒരു ഹാൻഡ് ഇൻ ഗ്ലൗ പരിപാടി ഉണ്ടല്ലോ, ഒരു തരത്തിലുള്ള അദൃശ്യമായ കൈകൊടുക്കൽ. അത് നമ്മള് ഓരോ ദിവസവും വളരെ തീക്ഷ്ണമായി, വളരെ സൂക്ഷ്മാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ശരൺ, യാതൊരു സംശയവുമില്ല. നന്ദി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ഷാബു പ്രസാദ്, ഈ ഭരണഘടന നൽകുന്ന മാധ്യമ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ ഹർജികളിലൊക്കെ സുപ്രീം കോടതിയുടെ മുമ്പാകെ പരിഗണനാ വിഷയമായി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ സർക്കാർ ഒരു ഉത്തരവിലൂടെ ആ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമുള്ള നടപടിയിലേക്ക് പോകുന്നത്. താങ്കൾ പറഞ്ഞ പോലെ നാട്ടിലെ നിയമം, നേരത്തെ ധന്യയും പറഞ്ഞതാണ്, നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിഴവുകളെ നിയന്ത്രിക്കാനും പരിശോധിക്കാനും ശിക്ഷിക്കാനും പരിശോധിക്കാനും ഒക്കെയുണ്ട്, ആ നിയമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ആ നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഒരു ഉത്തരവിലൂടെ അതിൻ്റെ ഉള്ളടക്കത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു സർക്കാർ ഏജൻസി, സർക്കാർ വകുപ്പ് ഇറങ്ങിത്തിരിച്ചാൽ അതതിൻ്റെ സ്വതന്ത്ര സ്വഭാവത്തെ അതിന്മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്.
സർക്കാരാണോ അത് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം. പത്രത്തിൻ്റെ കാര്യത്തിലായാലും ടെലിവിഷൻ്റെ കാര്യത്തിലായാലും അതിനൊരു സ്വതന്ത്ര ഏജൻസിയാണുള്ളത്. അത് വാർത്താ മന്ത്രാലയമല്ല അതിന് നിൽക്കുന്നത്. നാട്ടിലെ മറ്റ് നിയമങ്ങളാണ് അവർക്ക് ബാധകമായി വരുന്നത്. അതിവിടെയുമാകാം. അത് താങ്കൾ കൈരളി ഉദാഹരിച്ച പോലെ തന്നെയാണ്. ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അതിനപ്പുറത്തേക്കൊരു പ്രത്യേക ഉത്തരവിലൂടെ അതിൻ്റെ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാൻ ഒരു സർക്കാർ വകുപ്പ് ഇറങ്ങുന്നത് എന്തിന്? അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും സർക്കാരിനെതിരായി ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയുമാണ്. ശരത്തെ, ഞാൻ ഇപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സമയം തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ ഇപ്പം ഈ അതായത് ഇപ്പോൾ വേറൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേന്ദ്ര ഗവൺമെൻറ് വേറൊരു ഉത്തരവും കൂടി ഇറക്കിയിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർക്ക് എല്ലാ പത്രപ്രവർത്തകർക്കും കൊടുക്കുന്ന അംഗീകാരവും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ലഭ്യമാകാൻ പോവുകയാണ്. അതിനെ എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പത്രപ്രവർത്തകരാണ്. ഇത് ചെയ്യരുത്, ഇത് തോന്നിവാസമാണ്, ആർക്കും എന്തും തോന്നാം, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാവുന്നു എന്ന് വിമർശനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതേ ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയും കൂടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പത്രപ്രവർത്തകർക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാകാൻ പോവുകയാണ്. ആ മാധ്യമ മേഖലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്ന മുഖ്യധാര മാധ്യമത്തെ കുറിച്ചാണ് താങ്കൾ അപഹസിക്കുന്നത്. അത് താങ്കളുടെ സ്വാതന്ത്ര്യം, അവകാശം, അത് ചെയ്തോളൂ. പക്ഷേ അതിന്മേൽ കേന്ദ്ര സർക്കാർ ചെയ്ത പോലെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനൊന്നും ഞാനില്ല. അത് പോട്ടെ, അതല്ല ഞാൻ പറഞ്ഞു. അപഹസിക്കല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കാര്യം മുഖ്യധാര മാധ്യമങ്ങൾ അതിനെ കേന്ദ്ര സർക്കാർ ഇതുപോലെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഇടപെടാനും ഞാനില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾ അത് ചെയ്തോളൂ. ഇനി ഒന്ന് പിന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി ഇവിടെയുണ്ട്, ഒരു മന്ത്രാലയം ഇവിടെയുണ്ട്. ആ മന്ത്രാലയത്തിന് ചില ചുമതലകളുണ്ട്, ചില ജോലികളുണ്ട്. അവരത് ചെയ്യും. പിന്നെ നിഷാദ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ 100%, 100% 150% യോജിക്കുകയാണ്. ഇതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, രാജ്യത്തെ ഈ പറഞ്ഞ സെൻസർഷിപ്പ് നിയമങ്ങൾ, സെൻസർഷിപ്പ് എന്ന് പറയുന്നത്, സിനിമ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മോക്കറിയാണ് എന്നുള്ള കാര്യത്തിൽ 100% വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. കാര്യം ഈ സെൻസർ ബോർഡിലൊക്കെ ഇരിക്കുന്നവർ സിനിമയെ പറ്റിയോ ആ മേഖലയെ പറ്റിയോ യാതൊരു ബോധ്യവുമില്ലാത്തവരാണ്. വളരെ കൃതഹസ്തരായ പ്രതിഭാശാലികളായ സംവിധായകരോട് നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്നൊക്കെ നിയന്ത്രിക്കുന്നത് അത് വളരെ മോശമായ അത് തീർച്ചയായിട്ടും നിയമങ്ങൾ മാറേണ്ടതാണ്. അതിന് വളരെ ക്രിയാത്മകമായ രീതിയിലുള്ള പരിവർത്തനങ്ങൾ ആവശ്യമാണ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. എല്ലാ കാര്യങ്ങളിലും വിയോജിക്കുന്നുണ്ടെങ്കിൽ അതിനോടും താങ്കൾ യോജിക്കുമല്ലോ അല്ലേ? 150% ഷാബു പ്രസാദ് യോജിക്കേണ്ടി വരും. ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ, ഇങ്ങനെയുള്ള സെൻസർ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുന്നതും ഇതേ കേന്ദ്ര സർക്കാരും ഇതേ മന്ത്രാലയവും തന്നെയാണോ അല്ലേ? INB തന്നെയാണ് ചെയ്യുന്നത്. അതുകൂടി അങ്ങ് യോജിക്കൂ. കേരള സർക്കാർ, ഇവിടുത്തെ മലയാള സിനിമയിലെ സെൻസർ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുന്നത് ആരാണ് സാർ? കേന്ദ്ര സർക്കാർ. അയ്യോ, ഇത് അറിയത്തില്ലേ? ഈ കേരളത്തിലെ സെൻസർ ബോർഡ് മലയാളികളാണെന്നേ ഉള്ളൂ. കസ്റ്റംസിൽ എയർപോർട്ടിൽ വരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത് പോലീസാണോ എന്ന് ചോദിച്ച പോലത്തെ ഒരു പ്രശ്നമാണ്. സംശയമില്ല. ഷാബു പ്രസാദ് പറയുന്നത് ഈ സെൻസർ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരെന്നാണോ? ഞാൻ വളരെ ക്രിയാത്മകമായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോട്, നിലപാടിനോട് ഞാൻ യോജിച്ചതാണ്. നിങ്ങൾ അതിനെ അതിൻ്റെതായ ഗൗരവത്തിലെടുക്കുക, അതിൻ്റെതായ ബഹുമാനത്തോടെ കാണണം. ശ്രീ ഷാബു പ്രസാദ് ഒരു മിനിറ്റ്. സെൻട്രൽ ആയതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു നല്ല കാര്യത്തിനോട് യോജിക്കാതിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി എം എ നിഷാദ് അതിലൊരു ക്ലാരിറ്റി വരുത്തിക്കോളൂ. ചലച്ചിത്ര സംവിധായകനും ആ മേഖലയുമായി അറിയുന്ന ആളാണ്. ഒരു നിയമമുള്ളപ്പോൾ
അത് എല്ലാവർക്കും ബാധകമാണ്. അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. അത് സെൻസർഷിപ്പ് നിയമമായാലും ശരി. ഷാബു പ്രസാദ്, ഇവിടെ ഇതിനു വേണ്ടി ഒരു പ്രത്യേക നിയമം പടച്ചുണ്ടാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പൊതു നിയമങ്ങളെ കുറിച്ചല്ല. എം എൻ നിഷാദ്, സെൻസർ ബോർഡിനെ കുറിച്ച്. സെൻസർ ബോർഡ് മലയാള താങ്കൾ പറഞ്ഞോളൂ. മലയാള സിനിമയിലെ സെൻസർ ബോർഡ് അംഗങ്ങളുണ്ട്. ഈ സെൻസർ ബോർഡ് അംഗങ്ങളൊക്കെ മലയാളികളാണ്. മിക്കവാറുള്ളവരെല്ലാം മലയാളികൾ തന്നെയാണ്. അതായത് ഭാഷകൾക്ക്, അതെ ഭാഷകൾക്ക് റീജിയണൽ സെൻസർ ബോർഡ് എന്നാണ് പറയുന്നത്. റീജിയണൽ സിനിമകൾക്ക് ചെയ്യുന്നതിനാണ് റീജിയണൽ സെൻസർ ബോർഡ്. റീജിയണൽ സെൻസർ ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ, INB മിനിസ്ട്രി അല്ലേ, അല്ലാതെ നമ്മുടെ കേരള സർക്കാർ അതിനകത്ത് എന്താ ഉള്ളത്? കേരള സർക്കാർ എന്നല്ല, ഒരു സർക്കാരിന് പോലും സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റെ മേൽ നിയന്ത്രണമില്ല. അത് ദയവേത് അതെങ്കിലും മനസ്സിലാക്ക്. അതായത് കേരള സർക്കാരിൽ പറയുന്ന നോമിനികളാണെങ്കിൽ ഇവിടുത്തെ സെൻസർ ബോർഡ് അംഗന്മാർ മുഴുവൻ BJP-കാരാവൂലല്ലോ. അത് സെൻസർ ബോർഡ് അംഗങ്ങൾ അല്ല, എനിക്കറിയില്ല. താങ്കൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ? കേരളത്തിലെ സിനിമ സെൻസർ ചെയ്യുന്ന അതിന്റെ അകത്ത് ആരൊക്കെയാണ് ഇരിക്കുന്നത് ഒന്ന് പറയാമോ? ആൻസർ പറഞ്ഞു എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. ഒന്ന് വിജി തമ്പിയുണ്ട്, സെൻസർ ബോർഡ് മെമ്പറാണ് BJP. കൃഷ്ണപ്രസാദ് ഉണ്ട്, ശ്രീകുമാർ അരുകുറ്റി. പറയൂ, ആൾക്കാരുടെ പേര്. അതല്ല, ആൾക്കാരുടെ പേരല്ലേ പറയുന്നത്. ഞാൻ പേരാ പറയുന്നത്. വിജി തമ്പിയുണ്ട്, ഡയറക്ടർ വിജി തമ്പിയുണ്ട്. അദ്ദേഹം ഒരു സംഘപരിവാർ. കേൾക്കാൻ പറ്റുന്നില്ല, പല ടെക്നിക്കലി എന്തോ പ്രശ്നം. എന്നാലും പ്രേക്ഷകരെ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. വിജി തമ്പിയുണ്ട്, ശ്രീകുമാർ അരികുറ്റിയുണ്ട്, കൃഷ്ണപ്രസാദ് ഉണ്ട്. ഇവരൊക്കെ BJP-കാരാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇവർ റോയ് പി തോമസ് ഉണ്ട്, അദ്ദേഹം BJP ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും എല്ലാം വന്നിരിക്കുന്നത് സെൻസർ ബോർഡ് മെമ്പർമാരെ മുഴുവൻ ഫിക്സ് ചെയ്തിരിക്കുന്ന INB എന്നാണ്. അല്ലാതെ ഇവിടെയുള്ള കേരള സർക്കാരിന് ഇതിൻ്റെ മേളിലൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. തീർച്ചയായും അത് അതിലേക്ക് പോകണം. കാരണം അവരാരും ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ളവരല്ല. മാത്രവുമല്ല, അവരുടെ രാഷ്ട്രീയം എം എൻ നിഷാദ് അദ്ദേഹം ചോദിച്ചത് കൊണ്ട് പറയേണ്ടി വന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി നമ്മൾക്കൊപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചേരുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം, ഇതിൽ വന്ന വിഷയം ഇതേ INB ആണ് ഈ സെൻസർ ബോർഡിന്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും പിന്തുണച്ച ഷാബു പ്രസാദ് പറഞ്ഞു, ഒരു വകതിരിവില്ലാത്ത ആളുകളെയാണ് സെൻസർ ബോർഡ് അംഗങ്ങളാക്കുന്നത്, അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. ആ അംഗങ്ങളെ ഇങ്ങോട്ടേക്കൊക്കെ എല്ലാ ഭാഷാ സിനിമകൾ സെൻസർ ചെയ്യാനും അയക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളൊരു പ്രശ്നമാണ് നേരത്തെ നിഷാദ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതൊരു നമ്മുടെ തർക്ക വിഷയം അല്ലെങ്കിൽ പോലും വന്നതുകൊണ്ട് വിശദീകരിച്ചു എന്ന് മാത്രം. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും റീജിയണൽ ഗവൺമെന്റ് ആണെങ്കിലും സെൻസർ ബോർഡ് നമ്മുടെ നാട്ടിലെ സെൻസർ ബോർഡ് അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ക്ലോസ് ചേർക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ക്ലോസ് ചേർത്ത് ഉത്തരവുകൾ ഇറക്കുന്നത് പോലെ നമുക്ക് വർത്താനം പറയാൻ പറ്റില്ലല്ലോ. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ അസാധാരണമായ ഉത്തരവിലൂടെ ഡിജിറ്റൽ വാർത്താ പോർട്ടലുകൾക്ക് നിയന്ത്രണം, അതിന്റെ ഉള്ളടക്കത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നടപടി, അതിനെതിരെ ഉയരുന്ന ശക്തമായ വിമർശനങ്ങൾ, അത് അടിയന്തരാവസ്ഥ കാലത്തെ പത്ര സെൻസർഷിപ്പിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഉള്ളടക്കത്തിലുള്ള കേന്ദ്ര സർക്കാരിനെയും മറ്റും അതിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന ഡിജിറ്റൽ വാർത്താ പോർട്ടലുകൾക്ക് നേരെ തിരിയാൻ, അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ വരുന്ന ഇന്ത്യൻ സാഹചര്യങ്ങളെ പ്രതിപാദിക്കുന്ന വെബ് സീരീസുകളുടെ ഉള്ളടക്കത്തെയും മറ്റും നിയന്ത്രിക്കാൻ കഴിയുന്ന സെൻസർഷിപ്പിലേക്ക്, പ്രീ സെൻസർഷിപ്പിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, ഇത് വളരെ അപകടകരമായ ഒരു കടന്നുകയറ്റമാണ് എന്നൊരു വലിയ വിലയിരുത്തലും വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. താങ്കളുടെ നിരീക്ഷണം എന്താണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? ഇതിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് കുറെ കാലമായി നമ്മളൊരു പദം കണ്ടുപിടിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ എന്ന് പറയാതെയുള്ള അടിയന്തരാവസ്ഥ, സെൻസർ എന്ന വാക്ക് ഉപയോഗിക്കാതെ ഉള്ള സെൻസറും സെൻസർഷിപ്പും, അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ മാധ്യമങ്ങൾക്കും ചില നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. പത്രങ്ങൾക്ക് പ്രസ് കൗൺസിലുണ്ട്, അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെൽഫ് റെഗുലേറ്ററി മെക്കാനിസമാണ്. ടെലിവിഷന് അവരുടെ വോളണ്ടറി ആയിട്ടുള്ള ഒരു സംഘടനയും ചട്ടവട്ടങ്ങളുമുണ്ട്, അസോസിയേഷൻ്റെ. ഇവിടെ ഇപ്പോൾ സിനിമയ്ക്ക് സെൻസർഷിപ്പ് ഉണ്ട്. ഇപ്പൊ സെൻസർഷിപ്പ് എന്ന വാക്ക് ഇപ്പോൾ ഉപയോഗിക്കാറില്ല, കാരണം ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. അതും അവിടെ നിൽക്കട്ടെ. പക്ഷെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു മേഖലയാണ് ഓൺലൈൻ ഡിജിറ്റൽ മാധ്യമങ്ങളും എന്റർടൈൻമെന്റ് ഫീൽഡും ഒക്കെ. അവിടെയാണ് ഇപ്പോൾ അവയെ ഈ മറ്റു മാധ്യമങ്ങൾക്കൊപ്പം ഡിജിറ്റലായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ വാർത്താ പോർട്ടലുകളെ
INB മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാക്കുക എന്ന് പറയുമ്പോൾ അതിൽ അത് പതിയിരിക്കുന്ന അപകടം വളരെ വലുതാണ്. അവിടെ അവയെ നിയന്ത്രിക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഓഫീസർ അതിനേക്കാൾ എത്രയോ സത്യസന്ധമാകുമായിരുന്നു ഞങ്ങളിതാ ഒരു സെൻസറെ നിയമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിന് വിധേയമായി മാധ്യമപ്രവർത്തനം നടത്തുക, അത് ഓൺലൈൻ ആയാലും മറ്റേത് രീതിയിലാണെങ്കിലും അത് അങ്ങേയറ്റം എതിർക്കേണ്ടതായ, അംഗീകരിക്കാൻ കഴിയാത്തതായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇതിലെ കൃത്യമായ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയ്ക്ക് വേണ്ടി ഒരു മീഡിയ കൗൺസിൽ രൂപീകരിക്കണം, അല്ലെങ്കിൽ പ്രസ് കൗൺസിൽ വിപുലീകരിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഓൺലൈൻ മീഡിയയെ കൊണ്ടുവരേണ്ടിയിരുന്നത്. അതിന് പകരമുള്ള ഈ ഏർപ്പാട് അത് അങ്ങേയറ്റം ഒരു ജനാധിപത്യ വിരുദ്ധമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് വലിയ തോതിലുള്ള അപകടം പതിയിരിക്കുന്നുണ്ട്. സാമാന്യ ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യമാകാത്ത വലിയ തോതിലുള്ള അപകടം പതിയിരിക്കുന്നുണ്ട്. ആ അപകടം തിരിച്ചറിഞ്ഞ് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുള്ള ഉത്തരവാദിത്വം അത് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർക്കുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു കാര്യം, പൊതുജനങ്ങൾക്ക് ഇതിൽ പതുങ്ങിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാവാത്തൊരു പരിസരമുണ്ട്, പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് എന്നത് പ്രസക്തമാണ്. അതുതന്നെയാണ് ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്യണം എന്ന്, ചർച്ചയ്ക്കായി എടുക്കണം എന്ന് ഞങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകം. ഇപ്പോൾ ഈ ഓൺലൈൻ വാർത്താ പോർട്ടലുകളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെ വളരെ ശക്തമായ മാധ്യമമാണ്, മീഡിയയാണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം. ഇതിലൊക്കെ വരുന്ന വാർത്താ സംവിധാനങ്ങൾക്കും ഈ മന്ത്രാലയത്തിൻ്റെ നിരീക്ഷണങ്ങൾ ബാധകമാകുന്നു എന്നൊരു പശ്ചാത്തലമാണ് വരുന്നത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കുക, ഡിജിറ്റൽ വാർത്താ പോർട്ടലുകളെ നിയന്ത്രിക്കുക, OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പ്രചാരം നേടുന്ന വെബ് സീരീസുകളെ നിയന്ത്രിക്കുക. അതേസമയം കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപരമായ ഒരു വിഭജന രീതി ഇതിൽ ഉപയോഗിക്കുന്നുണ്ടോ? പത്രങ്ങൾക്ക് ഇപ്പോഴും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയും അതിൻ്റെ സ്വതന്ത്രമായൊരു ഏജൻസിയും നിയന്ത്രണവും എന്ന മട്ടിൽ പോകുന്നു. ചാനലുകളെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ നിയന്ത്രണ ഏജൻസി സ്വഭാവം നിൽക്കുന്നു. ഓൺലൈൻ മേഖലയിലേക്ക് വരുമ്പോൾ മാത്രം സർക്കാരിൻ്റെ കൈപ്പിടിയിലും പൂർണ്ണ നിയന്ത്രണത്തിലുമുള്ള ഒരു ഓൺലൈൻ സംവിധാനം രാജ്യത്ത് നിൽക്കുന്നു. കൃത്യമായി അതിനെ അടർത്തി മാറ്റി മറ്റ് രണ്ട് മേഖലകൾക്കുമുള്ള സ്വതന്ത്ര സ്വഭാവം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു വിഭജന തന്ത്രം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ടോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രീ സെൻസർഷിപ്പ് അംഗീകരിച്ചിട്ടേയില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. പ്രയർ റിസ്ട്രെയിന്റ്, മുൻകൂർ നിയന്ത്രണം അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടുമില്ല. നമുക്കാകെ ഉള്ളത് നിയന്ത്രണങ്ങൾ. അത് റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് അനുച്ഛേദം 19(2). ആ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താവുന്ന നിയന്ത്രണങ്ങൾ നിയമപരമായി നടപ്പാക്കാം. എന്നുവെച്ചാൽ പാർലമെന്റ് നിയമം പാസാക്കണം, അങ്ങനെ അതിന്റെ അർത്ഥം. അതിനു പകരം ഇവിടെ സെൻസർഷിപ്പിന് തുല്യമായ, അതിനൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. സെൻസർഷിപ്പിന് തുല്യമായ ഒരു അധികാരങ്ങളോടെ ഒരു സ്പെഷ്യൽ ഓഫീസറെ INB മിനിസ്ട്രി നിയമിക്കുകയും എല്ലാ വാർത്താ മാധ്യമങ്ങളും വിനോദോപ മാധ്യമങ്ങളും ആ മിനിസ്ട്രിയുടെ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് അതീതമായി വളരെ സ്വേച്ഛാപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് അങ്ങേയറ്റം വിമർശിക്കപ്പെടേണ്ടതാണ്. അപലപനീയമായ ഒരു നീക്കമാണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്, എതിർക്കപ്പെടേണ്ടതുമാണ്. ഒരു ശരിയായ നീതിന്യായ വിചാരണയ്ക്ക് വിധേയമായാൽ നിലനിൽക്കാത്ത ഉത്തരവാണെന്ന് താങ്കൾക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇത് സുപ്രീം കോടതി ഇടപെടേണ്ട വിഷയം തന്നെയാണ്. സുപ്രീം കോടതിയിൽ ഈ എന്താണ് വന്നിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നിയമം ഏത് രൂപത്തിലാണെന്നുള്ളത്, ഏത് രൂപത്തിലാണെങ്കിലും അത് ചോദ്യം ചെയ്യേണ്ടതാണ്. മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലുമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതെ, ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ഒരു ചർച്ചയുമില്ലാതെ, ആലോചനയുമില്ലാതെ അതിന് നിയമപരമായ സാധുത നൽകിയിരിക്കുകയാണ്. മറ്റൊന്നുകൂടിയുണ്ട് സർ, മറ്റൊന്നുകൂടി, അതായത് ഇതിന്റെ നിയമപരമായ ഒരു വശം കൂടി അറിയാനാണ് താങ്കളോട് അത് ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ കേസുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ് കോടതി. ആ ഘട്ടത്തിലാണ് ഒരു ഉത്തരവ് തന്നെ ഇറക്കി തീരുമാനം നടപ്പാക്കി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ മന്ത്രാലയം ഒരു പടി കടന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു നടപടിയോ അതിൻ്റെ ഒരു നിയമപരമായ വശമോ? അല്ല, ഈ വിജ്ഞാപനത്തിന്റെ അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്, സുപ്രീം കോടതി നിയന്ത്രണത്തെ കുറിച്ച് ചോദിച്ചില്ലേ എന്നുള്ളതാണ്.
ഒരു കേസിന്റെ വാദം നടക്കുമ്പോൾ കോടതി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് കോടതിക്ക് ഉത്തരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിന്റെ മറ പിടിച്ചുകൊണ്ട് ഇതാണ് ഗവൺമെന്റ് ചെയ്തതെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതി ആ വിഷയം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനാ വിഷയത്തിന്റെ സ്വഭാവം മാറ്റി അതിന്റെ സ്കോപ്പ് വിസ്തൃതമാക്കി ഈ വിജ്ഞാപനം അവിടെ ചോദ്യം ചെയ്യപ്പെടണം. നമ്മുടെ സുപ്രീം കോടതിയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും തൃപ്തികരമായ ഒരു വശം എന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് നൽകിയിരിക്കുന്ന വിശാലമായ വ്യാഖ്യാനവും അതിന്റെ ആ സീമ വിപുലീകരിക്കുന്നതിനുള്ള ശ്രമവുമാണ്. അതുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി പുറകോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. സുപ്രീം കോടതിയിൽ ഇത് പരിശോധിക്കേണ്ടി വന്നാൽ ഈ വിജ്ഞാപനം റദ്ദാക്കപ്പെടും. അതായത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അർണബിൻ്റെ കേസ് വന്നപ്പോൾ അത് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേൾക്കാൻ ജാഗ്രത കാട്ടിയ സുപ്രീം കോടതിയിൽ നിന്ന് മാധ്യമ സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിയന്ത്രണം വരുത്താമെന്നൊരു സർക്കാർ തീരുമാനിച്ചാൽ അതേ ജാഗ്രതയോടെ അതിവേഗതയിൽ കേൾക്കാനുള്ള ഒരു വലിയ ബോധ്യവും നമ്മുടെ സുപ്രീം കോടതിയിൽ ഉണ്ടാകും എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചതല്ലേ? അർണബ് ഗോസ്വാമിയുടെ വിഷയത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം അല്ല സുപ്രീം കോടതി പരിഗണിച്ചത്. അതിൽ ഏതൊരു പൗരനും അവകാശപ്പെട്ടതായ അവന്റെ സ്വാതന്ത്ര്യം, അവന്റെ അവകാശങ്ങൾ ആ രീതിയിൽ തന്നെയാണ് കോടതി. അല്ല, ഞാനതിൽ പരാമർശിച്ചത് ദുഷ്യന്ത് ദവേ പോലെയുള്ള സീനിയർ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ച വിമർശനപരമായ പശ്ചാത്തലം അതിലുണ്ട്. അതുകൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ആ കോണ്ടെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ദുഷ്യന്ത് ദവേക്ക് വിമർശിക്കേണ്ടി വന്നത് സുപ്രീം കോടതിയിലെ രജിസ്ട്രി സ്വീകരിച്ച ചില നടപടികളാണ് ഭരണപരമായിട്ടുള്ളത്. പക്ഷെ അവിടെ ചില ജഡ്ജിമാരൊക്കെ ഉണ്ട് സുപ്രീം കോടതിയിൽ. നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പേരെടുത്ത് പറയുന്നതിൽ അപാകതയൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അക്കൂട്ടത്തിൽപ്പെട്ടവരാണല്ലോ ഈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ നരിമാൻ, അങ്ങനെയുള്ള വളരെയേറെ ലിബറൽ ചിന്താഗതിയുള്ള മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് അവ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ജഡ്ജിമാരും അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. വളരെ ഗൗരവമുള്ള അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായി തന്നെ കോടതി ഇതിനെ കണക്കാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇവിടെ ഷാബു പ്രസാദ്, ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ പത്രങ്ങൾക്കും വാർത്താ ചാനലുകൾക്കും ഏജൻസികൾ വേറെയാണ്. സ്വതന്ത്രമായ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നിരിക്കെ ഓൺലൈനുകൾക്ക് ആ സംവിധാനം, അങ്ങനൊരു പ്രപ്പോസൽ, ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൽ കൊടുത്തതാണ്. അത് തള്ളിയിട്ടാണ് സർക്കാർ തന്നെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം എന്ന മട്ടിലേക്ക് ഒരു ഉത്തരവിറക്കി നിയന്ത്രണ സ്വഭാവം പ്രകടിപ്പിച്ചത്. ഇതാണ് അതിലെ പ്രശ്നം. ഇനി അങ്ങനെ സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ ഓട്ടോണമസ് ആണ്, സ്വയംഭരണാവകാശമുള്ളതാണ് പ്രസാർ ഭാരതി കോർപ്പറേഷന് കീഴിലുള്ള ആകാശവാണിയും ദൂരദർശനും. നേരത്തെ ശ്രീ ശശികുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ദീർഘനാൾ അവിടെ പ്രവർത്തിച്ചതാണ്. എങ്ങനെയാണ് ആ ഏജൻസി അല്ലെങ്കിൽ ആ ദൂരദർശൻ പ്രവർത്തിക്കുന്നത് എന്ന് നല്ലതുപോലെ അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിലയിലേക്ക് നമ്മുടെ സ്വതന്ത്രമായ ഓൺലൈൻ വാർത്താ പോർട്ടൽ സംവിധാനത്തെ മാറ്റാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? ഷാബു പ്രസാദ്. ശരത്തെ, ആദ്യം കാര്യം ഇത് ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഒരു വിജ്ഞാപനം വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനിയും ഇതിൻ്റെ രൂപവും ഘടനയും എന്തൊക്കെയാണെന്നുള്ളത് ഇനിയും നമുക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. അല്ലാതെ അവിടെ രവിശങ്കർ പ്രസാദ് എന്നുള്ളൊരു മന്ത്രി ഇരുന്ന് ഈ രാജ്യത്ത് ലക്ഷക്കണക്കായ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മുഴുവൻ ഇത് കൊടുത്തു, ഇത് കൊടുക്കണ്ട, അത് സർക്കാരിനെതിരാണ്, ഇത് സർക്കാരിന് അനുകൂലമാണ്, ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതൊന്നും നടപ്പുള്ള കാര്യമൊന്നുമല്ല. താങ്കൾ അങ്ങനെയാണ് ഇതിനെയൊക്കെ മനസ്സിലാക്കിയാൽ എനിക്കും പറയാനില്ല ഒന്നും. വളരെ വിശാലമായ രീതിയിൽ നമ്മൾ അങ്ങനെയാണ് ഒരു വിഷയത്തിന്റെ അപകടത്തെയും അതിന്റെ വിവിധ വശങ്ങളെയും ചർച്ച ചെയ്തത്. പിന്നെ ഇത് അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു വിജ്ഞാപനം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി വേറൊന്ന് നിങ്ങൾ ഒരു കാര്യം എന്താണ്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതായത് ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള പത്രപ്രവർത്തകർ വർക്ക് ചെയ്യുന്നവർക്ക് പത്രപ്രവർത്തകരായി അവരെ ആവർത്തിച്ചതുകൊണ്ട് ശ്രീ ഷാബു പ്രസാദ് അതിന് വേറൊരു തല ഉണ്ടാവില്ല. താങ്കൾ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞു വന്നത്. അതിന് ഞാൻ അപ്പോൾ എൻ്റെ മറുപടി പറയുകയും ചെയ്തു. അല്ല ഞാൻ പറഞ്ഞ, അതായത് നിങ്ങൾ സർക്കാർ ഈ മാധ്യമ മേഖലയെ കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയും കൂടെ ഒരു വശം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കുന്നതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ്? ഞാൻ ചോദിച്ച പ്രസാർ ഭാരതി കോർപ്പറേഷന്റെ സ്വഭാവം, അതിന് കീഴിലുള്ള ഏജൻസികളുടെ അവസ്ഥ പറഞ്ഞു. അങ്ങനെ പോകേണ്ടതാണോ രാജ്യത്തെ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ? ഷാബു പ്രസാദ്, അതിനെ വഴിവെക്കൂ ഈ ഉത്തരവിലൂടെ.
ഉത്തരവിന് ഉടൻ പ്രാബല്യം എന്ന നിലയിൽ തന്നെയാണ് ഇടപെടൽ വന്നിട്ടുള്ളത്. ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഏതാണെങ്കിലും രാജ്യത്തെ നിയമങ്ങൾ അവർക്ക് ബാധകമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ശരി, ഓക്കെ. എം എ നിഷാദിന്റെ അഭിപ്രായം എന്താണ്? നിയമം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉണ്ടാക്കേണ്ടത് പറഞ്ഞതുപോലെ സർക്കാരാണ്. നിയമപരമായി പോലും നിലനിൽക്കാത്ത, ചോദ്യം ചെയ്യപ്പെടാവുന്ന, അങ്ങേയറ്റം അപകടകരമായ ഒരു ഇടപെടലാണ് സർക്കാരിൻ്റെ എന്നുള്ള നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു വാദമാണ് നമ്മുടെ മുമ്പിൽ ഗൗരവമായി അവസാനമായി വന്നിട്ടുള്ളത്. എം എ നിഷാദ് എന്ത് പറയും? ഈ ചർച്ച അവസാനം തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കാര്യം കോടതി, സർക്കാർ ഇതിന് പക്ഷേ തയ്യാറായി അല്ല, സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിലും ഇവിടെ ഒരു കോടതി ഉണ്ടല്ലോ. നമ്മളിപ്പോഴും ആ നീതി വ്യവസ്ഥയെ ഒരുപാട് ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞാൻ അതിൽ സൂചിപ്പിച്ച ഒരു താരതമ്യം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. പ്രസാർ ഭാരതി കോർപ്പറേഷൻ, അതിന് കീഴിലെ ദൂരദർശൻ്റെയും ആകാശവാണി, ഈ നിലയിൽ പോകേണ്ടതാണോ ഓൺലൈൻ, രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഓൺലൈൻ വാർത്താ പോർട്ടൽ എന്നൊരു പ്രശ്നമില്ലേ? ഒരിക്കലും ഇല്ല. കാര്യം ഈ ഏജൻസി, ഈ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണങ്ങളുടെ ഉള്ളടക്ക നിയന്ത്രണത്തിലേക്ക് പോയാൽ ഓൺലൈനുകൾ ആ അവസ്ഥയിലേക്ക് മാറുമോ? അല്ല, ശശികുമാർ സാർ പറഞ്ഞതും നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴും പറഞ്ഞ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്നത്. എൻ്റെ സുഹൃത്ത് മിസ്റ്റർ പ്രസാദ് വളരെ ലളിതവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊന്നും ഒരു പ്രസാർ ഭാരതിയുടെ കീഴിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ദൂരദർശനെയും അതുപോലെ തന്നെ റേഡിയോയുടെ സംവിധാനങ്ങളെയൊക്കെ മാറ്റി അതുപോലെയൊക്കെ കൊണ്ടുപോകാൻ നടക്കുന്ന കാര്യമല്ലോ ആണോ? ഇതിൻ്റെ അകത്തുള്ള വലിയ വിഷയം എന്താണെന്ന് പറയുക, ലക്ഷക്കണക്കിന് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഐ മീൻ ഈ ഓൺലൈൻ പത്രങ്ങളുണ്ട്, ഒരുപാടെണ്ണം. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇവിടെ നിയന്ത്രിക്കാൻ പോകുന്നത്? എന്ത് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള വിഷയം കൂടിയാണ് ഇതിനകത്ത്. അപ്പോൾ കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ അർണബ് ഗോസ്വാമിയുടെ വിഷയമൊക്കെ പറഞ്ഞു, സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും കോടതി വളരെ ശക്തമായ നിലപാടൊക്കെ എടുത്തു. അപ്പോഴും ഹത്രസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പൻ അദ്ദേഹം ഇപ്പോഴകത്ത് കിടക്കുകയാണ്. അപ്പം അത്തരം വിധികളൊക്കെ നമ്മൾ പലപ്പോഴും ഒന്നും കൂടി ബയാസ്ഡ് അല്ലാത്ത വിധികൾക്ക് വേണ്ടി നമ്മൾ കാതോർക്കുന്നു, ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ. അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. നിശ്ചയമായും അത് വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കേണ്ടതാണ്. വളരെയധികം ശ്രീ ഷാബു പ്രസാദ്, ശ്രീ എം എ നിഷാദ്, ബി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ശശികുമാർ, ധന്യ രാജേന്ദ്രൻ അടക്കം എല്ലാവർക്കും, ഇതിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനും ഉള്ളതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അവർ ഇതിനെ ഒരു നിയന്ത്രണ സ്വഭാവം വരുത്താൻ ഓൺലൈൻ പോർട്ടലുകളുടെ കാര്യത്തിൽ ഒരു നിർദ്ദേശം സമർപ്പിച്ചതാണ്. അത് തള്ളിക്കൊണ്ടാണ് കോടതി ഇതേക്കുറിച്ച് വിശദമായി പരിശോധിച്ച് ഈ ഹർജികൾ പരിഗണനാ വിഷയമായി നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാർ ഈ നിലയിലൊരു ഉത്തരവിലൂടെ ഇതിൻ്റെ ഈ ഓൺലൈൻ പോർട്ടലുകളുടെ OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമുള്ള സ്വയം തീരുമാനത്തിലേക്ക് പോയത്. അത് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് എന്ന ശക്തമായ അഭിപ്രായം, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാട് ഉയരുന്നു. അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവും ഒരു വിഭജന തന്ത്രവും, അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളെയും ഓൺലൈനെയും തമ്മിൽ വിഭജന തന്ത്രം ഇതിൽ പ്രയോഗിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് കണ്ട പത്ര സെൻസർഷിപ്പിൻ്റെ അതിനേക്കാൾ ഗൗരവമുള്ള പുതിയ കാലത്തെ പരീക്ഷണമായി ഇത് മാറാനിടയുണ്ട് എന്ന ആശങ്കകളും മുന്നറിയിപ്പുകളും എല്ലാമാണ് ഈ കഴിഞ്ഞ ചർച്ചയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ജനം തിരിച്ചറിയപ്പെടാത്ത അപകടത്തിൻ്റെ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ അപകടത്തിൻ്റെ ഒരു വശം ഇതിൽ ഇപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു വലിയ ചർച്ചയിലേക്ക് രാജ്യം പോകാനിടയുള്ള ഒരു അസാധാരണ കേന്ദ്ര ഉത്തരവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.